അറിയിക്കണം. ഒരു മെസ്സേജ് ഞാൻ പറ്റും, മെസ്സേജ് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ പാഠം, കെമിസ്ട്രിയിലെ ഒന്നാമത്തെ പാഠത്തെ കുറിച്ച് പഠിക്കാനായിട്ട് പോകുന്നു. ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നത് ഏതാണ്? പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും. പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും എന്നാണ് നമ്മുടെ 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പേര്. അപ്പൊ പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും, ഈ പാഠത്തിന്റെ പേര് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താ? പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും എന്ന രണ്ട് ഇതാണ് അല്ലേ? രണ്ട് കാര്യങ്ങൾ. അതായത് ഒന്ന് പീരിയോഡിക് ടേബിളിനെ കുറിച്ചും മറ്റൊന്ന് ഇലക്ട്രോൺ വിന്യാസത്തെ കുറിച്ചാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇതിനു മുമ്പായിട്ട് നമ്മൾ 9ാം ക്ലാസ്സിൽ എന്തിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്? ഈ പീരിയോഡിക് ടേബിൾ എന്താണ്, അല്ലെങ്കിൽ ആ പീരിയോഡിക് ടേബിളുമായി ബന്ധപ്പെട്ട കുറെ അധികം കാര്യങ്ങൾ നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഇലക്ട്രോൺ വിന്യാസത്തെ കുറിച്ചും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ഞാനൊന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാം. അതിനാദ്യം നമുക്ക് പീരിയോഡിക് ടേബിളിനെ കുറിച്ച് തന്നെ നോക്കാം. പീരിയോഡിക് ടേബിളിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാം ആധുനിക പീരിയോഡിക് ടേബിളും അതുപോലെ തന്നെ മെൻഡലീഫിന്റെ പീരിയോഡിക് ടേബിളിനെ കുറിച്ചും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമ്മളെ പീരിയോഡിക് ടേബിളിന്റെ പിതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം പേര് പറയുന്നത് ആരുടേതാണ്? അത് മെൻഡലീഫിന്റെ പേരാണ്. എന്നാൽ മെൻഡലീഫിന്റെ പീരിയോഡിക് ടേബിളിൽ അദ്ദേഹം മൂലകങ്ങളെ വർഗീകരിച്ചത് അറ്റോമിക് മാസിന്റെ ആരോഹണ ക്രമത്തിലാണ്, അല്ലെ? അറ്റോമിക് മാസ് കൂടി വരുന്ന ക്രമത്തിലാണ് അദ്ദേഹത്തിന്റെ ആ പീരിയോഡിക് ടേബിളിൽ മൂലകങ്ങളെ വർഗീകരിച്ചത്. എന്നാൽ അതിനുശേഷം പിൽക്കാലത്താണ് എന്ത് ചെയ്തത്? അറ്റോമിക് നമ്പർ കണ്ടെത്തുന്നത്. ആ അറ്റോമിക് നമ്പർ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഹെൻറി മോസ്ലിയാണ് എന്ത് ചെയ്തത്? ഈ പീരിയോഡിക് ടേബിളിനെ അല്ലെങ്കിൽ മെൻഡലീഫിന്റെ പീരിയോഡിക് ടേബിളിലെ ചില മാറ്റങ്ങളൊക്കെ വരുത്തി മൂലകങ്ങളെ അറ്റോമിക് നമ്പറിന്റെ ആരോഹണ ക്രമത്തിൽ എന്ത് ചെയ്തു? അപ്പോ ആ മോസ്ലിയുടെ പീരിയോഡിക് ടേബിൾ അതാണ് ആധുനിക ആവർത്തന പട്ടിക എന്ന് അറിയപ്പെടുന്നത്. അപ്പോ ആ ആവർത്തന പട്ടികയെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നതും അതേ ആവർത്തന പട്ടിക തന്നെയാണ്. അതിൽ 118ഓളം മൂലകങ്ങളാണ് നിലവിൽ ഉള്ളത്. അപ്പൊ നമുക്കറിയാം ഓരോ ഗ്രൂപ്പുകളായിട്ട് ആ പീരിയോഡിക് ടേബിളിനെ തിരിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ പീരീഡുകളായിട്ടും തിരിച്ചു വെച്ചിട്ടുള്ള കാര്യം നമുക്കറിയാം. നമ്മുടെ ആധുനിക ആവർത്തന പട്ടികയിൽ മൊത്തം 118 എലമെന്റ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ആ 118 എലമെന്റിനെയും 18 ഗ്രൂപ്പുകളിലായിട്ടാണ് വിന്യസിച്ചിരിക്കുന്നത്. 18 ഗ്രൂപ്പുകളിലായിട്ട് ഈ 118 മൂലകങ്ങളെ വിന്യസിച്ചു. അതുപോലെ തന്നെ 7 പീരീഡുകളും അതിനകത്ത്. എത്ര പീരീഡുകളുണ്ട്? 7 പീരീഡുകളുണ്ട്. നമുക്കറിയാം കുത്തനെ പോകുന്ന ആ കോളങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് നമ്മൾ എന്ത്? ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. ഈ വരിവരിയായി പോകുന്നതിന് നമ്മൾ എന്താണ് വിളിക്കുന്നത്? ഇങ്ങനെയുള്ള വരികളെ നമ്മൾ വിളിക്കുന്ന പേര് പീരീഡുകൾ എന്നാണ്. അങ്ങനെ 7 പീരീഡ് 18 ഗ്രൂപ്പാണ് എന്നൊക്കെ നമുക്കറിയാം. ഇതാണ് പീരിയോഡിക് ടേബിളുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. ഇനി നമുക്കറിയാം ഓരോ ഗ്രൂപ്പും ആ ഗ്രൂപ്പ് ഏത് ഫാമിലിയാണ് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഓരോ ഗ്രൂപ്പിലും ഉൾപ്പെടുന്ന മൂലകങ്ങളെല്ലാം തന്നെ ഒരേ ഗുണം കാണിക്കും, അല്ലെങ്കിൽ ഗുണത്തിൽ സാമ്യം പ്രകടിപ്പിക്കുന്നവരെയാണ് ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് പറയാം. അപ്പൊ ആദ്യത്തെ ഒന്നാമത്തെ ഗ്രൂപ്പ് എടുത്താൽ അതിൽ വന്നിരിക്കുന്നവരെല്ലാം മെറ്റലാണ്. രണ്ടാമത്തെ എടുത്താലും മെറ്റലാണ്. അതിന് പേര് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ആൽക്കലി മെറ്റൽ എന്നും രണ്ടാമത്തേല് ആൽക്കലൈൻ എർത്ത് മെറ്റൽ എന്നുമാണ് പേര് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലേ. ഇനി 18ാമത്തെ ഗ്രൂപ്പ് എടുത്താൽ നമ്മൾ അലസവാതകങ്ങൾ എന്നാ പറയുന്നത്. അപ്പൊ അവരെയൊക്കെ നമ്മൾ ഇങ്ങനെ സെപ്പറേറ്റ് തിരിച്ചു വെക്കണമെങ്കിൽ അവരുടേതെല്ലാം അല്ലെങ്കിൽ ആ പറയുന്ന ഒരു ഗ്രൂപ്പിൽ വരുന്ന എല്ലാ ആൾക്കാരും അവരുടെ ഗുണങ്ങളിൽ സാമ്യത പ്രകടിപ്പിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. അതെല്ലാം നമ്മൾ പഠിച്ച കാര്യങ്ങൾ. അപ്പൊ ഇതാണ് പീരിയോഡിക് ടേബിളുമായി ബന്ധപ്പെട്ട് പഠിച്ചത്. അവിടെ ഒരു കാര്യം കൂടി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഞാനൊരു എലമെന്റിന്റെ അല്ലെങ്കിൽ ഒരു മൂലകത്തിന്റെ ഞാൻ എന്തെഴുതാൻ പോകുന്നു? അറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ ഇലക്ട്രോൺ വിന്യാസം ഒന്ന് എഴുതാൻ പോകുന്നത്. ഞാൻ എഴുതുന്നത് സോഡിയത്തിന്റേതാണ്. ഞാൻ സോഡിയത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം ഞാൻ എഴുതുമ്പോൾ എങ്ങനെ വരും? ഇത് എഴുതാനൊക്കെ നമ്മൾ 9ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. എങ്കിലും ഞാൻ എഴുതാം 281 എന്നത്. ഇതാണ് സോഡിയത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം.
ഇത് ഞാൻ എഴുതാനുള്ള കാരണം ഈ ഒരു മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം നമുക്ക് അറിയാമെങ്കിൽ അത് ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു, അതിന്റെ പീരീഡ് നമ്പർ എത്രയാണ് എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. എങ്ങനെയാണ്? നമ്മൾ 9ാം ക്ലാസ് പഠിച്ചതാണ്. ഇവിടെ നമ്മൾ നോക്കിയാൽ ഈ സോഡിയത്തിന്റെ ഏറ്റവും പുറത്തു വരുന്ന അല്ലെങ്കിൽ ബാഹ്യതമ ഷെല്ലിൽ വരുന്ന ഇലക്ട്രോണിന്റെ എണ്ണം 1. ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണിന്റെ എണ്ണം എത്രയാണ്? 1. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം സോഡിയം 1ാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകമാണെന്ന് പറയാം. സോഡിയം എത്രാമത്തെ ഗ്രൂപ്പിൽ വരുന്ന മൂലകമാണ്? 1ാമത്തെ ഗ്രൂപ്പിൽ വരുന്ന മൂലകമാണെന്ന് പറയാം. എന്തുകൊണ്ടാണ് അത് പറയാൻ കാരണം? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണിന്റെ എണ്ണം 1 ആണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 1 ആയിരിക്കും, 2 ആണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 2 ആയിരിക്കും. ഇനി 3ഓ അതിൽ കൂടുതലോ വന്നാൽ 10 കൂട്ടുന്ന കാര്യമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോ ഇവിടെയും നിങ്ങൾ എന്ത് ചെയ്യുക? ആ കാര്യങ്ങൾ ആലോചിക്കുക. ഇനി ഇതിന്റെ പീരീഡിൽ ഏത് പീരീഡിൽ ഉൾപ്പെടുന്ന മൂലകമാണെന്ന് കണ്ടുപിടിക്കാനും വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയാ? ഇതിൽ മൊത്തം എത്ര ഷെല്ലുണ്ടെന്ന് നോക്കുക. എത്ര ഷെല്ലുണ്ട്? ഇത് 1ാമത്തെ ഷെല്ലാണ്, ഇത് 2ാമത്തെ ഷെല്ലാണ്, ഇത് 3ാമത്തെ ഷെല്ലാണ്. അപ്പൊ ഇവിടെ മൊത്തം എത്ര ഷെല്ലുണ്ടെന്ന് നമുക്ക് പറയാം? 3 ഷെല്ലുണ്ട് എന്ന് നമുക്ക് പറയാം. ഇവിടെ മൊത്തം എത്ര ഷെല്ലുണ്ട്? 3 ഷെല്ലുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 3 ഷെല്ലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇതിനെ പറയാം ഇത് എത്രാമത്തെ പീരീഡിലെ മൂലകമാണെന്ന് പറയാം? 3ാമത്തെ പീരീഡിലെ മൂലകമാണ്. കാരണം പീരീഡിന്റെ എണ്ണം എന്ന് പറയുന്നത് എപ്പോഴും ഷെല്ലിന്റെ എണ്ണത്തിന് തുല്യമായിരിക്കും. ഇവിടെ ഷെല്ലിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 3. അപ്പൊ ഇത് ഏത് പീരീഡിൽ ഉൾപ്പെടുന്ന മൂലകമായിരിക്കും? 3ാമത്തെ പീരീഡിൽ ഉൾപ്പെടുന്ന മൂലകമായിരിക്കും. ഇതിന്റെ ഗ്രൂപ്പ് ഏതായിരിക്കും? 1ാമത്തെ ഗ്രൂപ്പ് ആയിരിക്കും. അങ്ങനെ ഒരു എലമെന്റിന്റെ അല്ലെങ്കിൽ ഒരു മൂലകത്തിന്റെ അറ്റോമിക നമ്പരും അല്ലെങ്കിൽ അതിന്റെ ഇലക്ട്രോൺ വിന്യാസം നോക്കി നമുക്ക് ഗ്രൂപ്പ് നമ്പരും പീരീഡ് നമ്പരും കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അപ്പൊ ഇതാണ് പീരിയോഡിക് ടേബിളുമായി ബന്ധപ്പെട്ട് ആദ്യം വരുന്ന കുറച്ച് കാര്യങ്ങൾ. പക്ഷെ അതിനേക്കാൾ കൂടുതൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതിനെ കുറിച്ച് ഇത് നമുക്ക് പാഠത്തിന്റെ 2ാമത്തെ സെക്ഷനിലാണ് പഠിക്കേണ്ടത്. ആദ്യത്തെ സെക്ഷനിൽ നമ്മൾ പഠിക്കുന്നത് ഇലക്ട്രോൺ വിന്യാസത്തെ കുറിച്ചാണ്. ആ സെക്ഷനിൽ നമ്മൾ ആരെ കുറിച്ചാണ് പഠിക്കുന്നത്? ഇലക്ട്രോൺ വിന്യാസം. അപ്പൊ ഞാൻ നേരെ ഇലക്ട്രോൺ വിന്യാസത്തിലേക്ക് പോവുകയാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അവസാനം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ചോദിക്കാം, ഞാൻ പറഞ്ഞുതരാം. അപ്പോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രോൺ വിന്യാസത്തെ കുറിച്ചാണ്. ഇലക്ട്രോൺ വിന്യാസത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ആലോചിക്കുക, എന്താണ് ഇലക്ട്രോൺ വിന്യാസം എന്ന് നമുക്കറിയാം. എന്താണ്? ഇപ്പോ നമ്മൾ പഠിച്ചിട്ടുണ്ട് 9ാം ക്ലാസ്സിൽ 1ാമത്തെ പാഠത്തിൽ ആറ്റത്തെ കുറിച്ച് പഠിച്ചപ്പോൾ ആറ്റത്തിന്റെ ഉള്ളിലുള്ള കണങ്ങളാണ് ഏതൊക്കെ? പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. ആറ്റത്തിന് ഒരു കേന്ദ്രമുണ്ട്, അത് പഠിച്ചിട്ടുണ്ട്. ആ കേന്ദ്രത്തിന്റെ ഉള്ളിൽ കാണപ്പെടുന്ന കണങ്ങളാണ് പ്രോട്ടോണും ന്യൂട്രോണും. അതിന്റെ പുറത്തായി വരുന്ന കണമാണ്, ന്യൂക്ലിയസിന് പുറത്തായിട്ട് വരുന്ന കണമാണ് ഇത് ഇലക്ട്രോൺ. ഇതെല്ലാം നമ്മൾ പഠിച്ച കാര്യമാണല്ലോ. അപ്പോ ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, ആറ്റം മോഡലുമായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ. ആറ്റം മാതൃകകൾ നമുക്കറിയാം. നമ്മൾ ഏണസ്റ്റ് റുദർഫോർഡിന്റെ ആറ്റം മാതൃകയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അത് സൗരയുഗ മാതൃക എന്നാണ് അറിയപ്പെടുന്നത്. ഏണസ്റ്റ് റുദർഫോർഡിന്റെ ആറ്റം മാതൃക പഠിച്ചിട്ടുണ്ട്. പേരെന്താ? സൗരയുഗ മാതൃക. അതുപോലെ മറ്റൊരു ആറ്റം മാതൃകയും നിങ്ങൾ അവിടെ പഠിച്ചിട്ടുണ്ട്. അത് നീൽസ് ബോറിന്റെ ആറ്റം മാതൃകയാണ്. അതിന്റെ പേരാണ് എന്ത്? ബോർ മാതൃക. അപ്പോ ഏണസ്റ്റ് റുദർഫോർഡിന്റെ ആറ്റം മാതൃകയിൽ ഉള്ള ചില പോരായ്മകൾ, റുദർഫോർഡിന്റെ ആറ്റം മാതൃകയിൽ ഉണ്ടായിരുന്ന ചില പോരായ്മകൾ, ആ പോരായ്മകളെല്ലാം പരിഹരിച്ചുകൊണ്ട് ഒരു പുതിയ ആറ്റം മാതൃക വികസിപ്പിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? നീൽസ് ബോർ. ആ നീൽസ് ബോറിന്റെ ആറ്റം മാതൃകയുടെ അടിസ്ഥാനത്തിൽ ആറ്റത്തിന് ഒരു കേന്ദ്രമുണ്ട്. ആ കേന്ദ്രത്തിനുള്ളിലാണ് ആര് കാണപ്പെടുന്നത്? ആ കേന്ദ്രത്തെ ന്യൂക്ലിയസ് എന്ന് വിളിക്കും. അതിനുള്ളിലാണ് ആര് കാണപ്പെടുന്നത്? പ്രോട്ടോണും ന്യൂട്രോണും കാണപ്പെടുന്നത്. ആ ന്യൂക്ലിയസിന് പുറത്തായിട്ടാണ് ആര് കാണപ്പെടുന്നത്? ഇലക്ട്രോണുകൾ കാണപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ആറ്റത്തിന്റെ ന്യൂക്ലിയസ് ഒന്ന് നോക്കാം. ഇത് ന്യൂക്ലിയസ് ആണെന്ന് കരുതണം. ഈ ന്യൂക്ലിയസിനുള്ളിൽ ആര് കാണപ്പെടും? പ്രോട്ടോണും ന്യൂട്രോണും കാണപ്പെടും. ഇനി ന്യൂക്ലിയസിന് പുറത്തായിട്ട് ആര് കാണപ്പെടും? ഒരു നിശ്ചിത പാതയിൽ അല്ലെങ്കിൽ ഷെല്ലുകളിൽ ആര് കാണപ്പെടുന്നു നമുക്ക് പറയാം? ഇലക്ട്രോണുകൾ കാണപ്പെടുന്നു എന്ന് പറയാം. അപ്പോ ഈ ന്യൂക്ലിയസിന് പുറത്തായിട്ട് ഷെല്ലുകളിലാണ് ആര് കാണപ്പെടുന്നത്? ഇലക്ട്രോണുകൾ കാണപ്പെടുന്നത്. ന്യൂക്ലിയസിന് പുറത്തായിട്ട് ഷെല്ലുകളിലാണ് ആര് കാണപ്പെടുന്നത്? ഇലക്ട്രോണുകൾ കാണപ്പെടുന്നത്. ഈ ഷെല്ലുകൾക്ക് നീൽസ് ബോർ പേര് നൽകിയത് എങ്ങനെയാണ്? ആ ഷെല്ലുകൾ ന്യൂക്ലിയസിൽ നിന്നും അകന്നു പോകുന്നതിനനുസരിച്ച് 1, 2, 3, 4 എന്നിങ്ങനെ നമ്പർ നൽകിയോ അല്ലെങ്കിൽ K, L, M,
എന്നിങ്ങനെ പേര് നൽകിയോ സൂചിപ്പിക്കാം എന്നുള്ള കാര്യവും അദ്ദേഹം അവിടെ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഷെല്ലുകൾക്ക് പേര് നൽകുന്നത് 1, 2, 3, 4 എന്നിങ്ങനെ പേര് നൽകിയോ അല്ലെങ്കിൽ KLM എന്നിങ്ങനെ എന്ത് ചെയ്യാം നമുക്ക് പേര് നൽകിയോ നമുക്ക് എന്ത് ചെയ്യാം ഷെല്ലിനെ സൂചിപ്പിക്കുവാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുക, ഈ ന്യൂക്ലിയസിൽ നിന്നും അകന്നു പോകുന്നതിനനുസരിച്ച് ഷെല്ലുകളുടെ ഊർജത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഊർജം കൂടി വരും. ഷെല്ലുകളുടെ ഊർജം ഇന്ത്യയുടെ ന്യൂക്ലിയസിൽ നിന്നും അകന്നു പോകുന്നതിനനുസരിച്ച് കൂടി വരും. അതുപോലെ തന്നെ അകന്നു പോകുന്നതിനനുസരിച്ച് ഈ ന്യൂക്ലിയസും ഈ ഷെല്ലുകളും തമ്മിലുള്ള ആകർഷണ ബലവും എന്ത് ചെയ്യും കുറയും. ഇതെല്ലാം നമ്മൾ എവിടെ പഠിച്ചതാണ്? നീൽസ് ബോറിന്റെ ആറ്റം മാതൃകയിൽ പഠിച്ച കാര്യമാണ്. അപ്പൊ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഷെല്ലുകൾ എന്നറിയുക. KLMN ഇവയാണ് പ്രധാനപ്പെട്ട ഷെല്ലുകൾ. ഇവിടെ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ അറിയണം. ഇലക്ട്രോൺ വിന്യാസം എഴുതി പഠിക്കണമെങ്കിൽ ഉറപ്പായിട്ടും ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഇലക്ട്രോണിന്റെ എണ്ണം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് കണ്ടെത്തുവാനായിട്ട് നമുക്കൊരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. ഒരു സമവാക്യം ഏതാ? 2n² എന്ന് പറയുന്ന ഈ ഒരു ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഓരോ ഷെല്ലിലും ഉൾപ്പെടുത്താൻ സാധിക്കുന്ന അല്ലെങ്കിൽ ഉൾക്കൊള്ളിക്കുവാൻ സാധിക്കുന്ന ഇലക്ട്രോണിന്റെ എണ്ണം കണ്ടെത്തുവാനായിട്ട് സാധിക്കും. എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ ആദ്യം ഞാൻ K എന്ന് പറയുന്ന ഷെല്ല് പരിഗണിക്കുന്നു. ആദ്യം ഞാൻ എന്ത് പരിഗണിക്കുന്നു? K എന്ന് പറയുന്ന ഷെല്ല് പരിഗണിക്കുന്നു. ആ Kയിൽ എനിക്ക് ഉൾപ്പെടുത്തുവാൻ അല്ലെങ്കിൽ Kയിൽ ഉൾപ്പെടുത്തുവാൻ പറ്റുന്ന മാക്സിമം ഇലക്ട്രോണിനെ എനിക്ക് കണ്ടെത്തണം. എങ്ങനെ കണ്ടെത്താനായിട്ട് പറ്റും? ഈ ഫോർമുല ഉപയോഗിച്ചാൽ മതി. ഈ ഫോർമുല ഉപയോഗിക്കുമ്പോൾ 2n² എന്നാണ്, 2n² എന്നാണ് വരുന്നത്. അതിൽ n-ന്റെ വാല്യൂ അല്ലെങ്കിൽ n എന്ന് പറയുന്ന അവിടെ എന്താണ്? ഈ ഷെല്ലിന്റെ നമ്പറാണ്. K എന്ന് പറയുന്നത് എത്രാമത്തെ ഷെല്ലാണ്? ഒന്നാമത്തെ ഷെല്ലാണ്. K എന്ന് പറയുന്നത് എത്രാമത്തെ ഷെല്ലാണ്? ഒന്നാമത്തെ ഷെല്ലാണ്. അപ്പൊ ഇവിടെ n-ന്റെ നമ്പർ, n-ന്റെ വില എത്രയാ? 1. n-ന്റെ വില എത്രയാണ്? 1. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാം Kയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഇലക്ട്രോണിന്റെ എണ്ണം. എങ്ങനെയാ? 2 × 1ന്റെ സ്ക്വയർ എത്രയെന്ന് വരും? 2 എന്ന് തന്നെ വരും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം K എന്ന് പറയുന്ന ഒന്നാമത്തെ ഷെല്ലിൽ നമുക്ക് മാക്സിമം 2 ഇലക്ട്രോണിനെ ഉൾപ്പെടുത്താനായിട്ട് പറ്റും. പരമാവധി 2 പേരെ നമുക്ക് എന്ത് ചെയ്യാം? Kയിൽ ഉൾപ്പെടുത്താം. അടുത്ത രണ്ടാമത്തെ എല്ലിലേക്ക് പോകുന്നു. രണ്ടാമത്തെ എല്ലിലേക്ക് പോയാൽ അവിടെ നമ്മൾ ഈ ഫോർമുല ഉപയോഗിക്കുമ്പോൾ ആ രണ്ടാമത്തെ ഷെൽ എന്ന് പറയുന്നത് ഏതാണ്? എല്ലാണ് അല്ലേ? ആ എല്ലിന്റെ രണ്ടാമത്തെ ഷെൽ ആയതുകൊണ്ട് n-ന്റെ വില നമുക്ക് എന്തെന്ന് കൊടുക്കാം? 2 തന്നെ കൊടുക്കാം. അപ്പൊ എങ്ങനെ വരും? 2 × 2ന്റെ സ്ക്വയർ. 2 × 2ന്റെ സ്ക്വയർ എങ്ങനെ വരും? 2 × 4 എത്ര കിട്ടും? 8. അപ്പൊ നമുക്ക് പറയാം L എന്ന് പറയുന്ന രണ്ടാമത്തെ ഷെല്ലിൽ പരമാവധി നമുക്ക് 8 ഇലക്ട്രോണിനെ ഉൾപ്പെടുത്താം. L എന്ന് പറയുന്ന രണ്ടാമത്തെ ഷെല്ലിൽ നമുക്ക് പരമാവധി 8 ഇലക്ട്രോണിനെ ഉൾപ്പെടുത്തുവാനായിട്ട് സാധിക്കും. അപ്പൊ ഒന്നാമത്തെ ഷെല്ലായ Kയിൽ പരമാവധി 2 ഇലക്ട്രോണിനെ ഉൾപ്പെടുത്താം. രണ്ടാമത്തെ ഷെല്ലായ Lൽ നമുക്ക് പരമാവധി 8 ഇലക്ട്രോണിനെ ഉൾപ്പെടുത്തുവാനായിട്ട് സാധിക്കും. ഇനി M-ലേക്ക് നമ്മൾ പോകുന്നു. M മൂന്നാമത്തെ ഷെല്ലാണ്. അപ്പൊ n-ന്റെ വില ഇവിടെ എത്രയാണ്? 3 ആണ്. അപ്പൊ 2 × 3ന്റെ സ്ക്വയർ. 2 × 3ന്റെ സ്ക്വയർ എങ്ങനെ വരും? 2 × 9 എന്ന് വരും. എത്ര കിട്ടും? 18 എന്ന് കിട്ടും. 2 × 9 എത്ര കിട്ടി? 18 എന്ന് കിട്ടി. അപ്പോ മൂന്നാമത്തെ ഷെല്ലായ M-ൽ പരമാവധി 18 ഇലക്ട്രോണിനെ ഉൾപ്പെടുത്താം. ഇനി നാലാമത്തെ ഷെല്ലാണ് N അല്ലേ? ആ N-ൽ നമുക്ക് പരമാവധി എത്ര ഇലക്ട്രോണിനെ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും? 2 × n എന്ന് പറഞ്ഞാൽ നാലാമത്തെ ഷെല്ലാണ്. അപ്പൊ n-ന്റെ വില എത്രയാണ്? 4 ആണ്. 2 × 4ന്റെ സ്ക്വയർ. 4ന്റെ സ്ക്വയർ 16. 16 × 2 എത്ര? 32 എന്ന് കിട്ടും. അപ്പോ പരമാവധി n എന്ന് പറയുന്ന ഷെല്ലിൽ 32 ഇലക്ട്രോണിനെ നമുക്ക് ഉൾപ്പെടുത്തുവാനായിട്ട് സാധിക്കും. കിട്ടിയോ പറഞ്ഞ കാര്യം? അപ്പോ ഓരോ ഷെല്ലിലും ഉൾപ്പെടുത്താൻ പറ്റുന്ന ഇലക്ട്രോണിന്റെ എണ്ണം കണ്ടുപിടിക്കുവാൻ നമുക്ക് 2n² എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിക്കാം. അത് ഉപയോഗിച്ച് നമുക്ക് എന്ത് കണ്ടെത്താം? ഓരോ ഷെല്ലിൽ ഇലക്ട്രോണിന്റെ എണ്ണം കണ്ടെത്താം. അപ്പൊ Kയിൽ പരമാവധി 2 ഇലക്ട്രോണിനെ ഉൾപ്പെടുത്താം. Lൽ പരമാവധി 8 ഇലക്ട്രോണിനെ ഉൾപ്പെടുത്താം. M-ൽ പരമാവധി 18 ഇലക്ട്രോണിനെ ഉൾപ്പെടുത്താം. N-ൽ പരമാവധി 32 ഇലക്ട്രോണിനെ എന്ത് ചെയ്യാൻ പറ്റും? ഉൾപ്പെടുത്തുവാനായിട്ട് സാധിക്കും. അപ്പോ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം എഴുതുവാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ 1-2 മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നത് കാണിച്ചു തരാം. നേരെ നമ്മൾ എഴുതിയ സോഡിയം തന്നെ ഒന്ന് പരിഗണിക്കാം. സോഡിയത്തിന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സോഡിയത്തിന്റെ അറ്റോമിക നമ്പർ 11 ആണ് നമുക്കറിയാം. ഈ സോഡിയത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ നോക്കിയാൽ ഒന്നാമത്തെ ഷെല്ലായ Kയിൽ പരമാവധി എത്ര പേരെ ഉൾപ്പെടുത്താൻ പറ്റൂ? 2 പേരെ ഉൾപ്പെടുത്താൻ പറ്റും. അപ്പൊ 11 ഇലക്ട്രോൺ ഉള്ളതിൽ നിന്നും 2 എടുത്ത് ഒന്നാമത്തെ ഷെല്ലിൽ കൊടുത്തു.
ഇനി ബാലൻസ് എത്ര എണ്ണം ഉണ്ട്? 9 എണ്ണം ഉണ്ട് അല്ലെ. ആ 9 എണ്ണത്തിൽ എത്ര എണ്ണം മാത്രമേ രണ്ടാമത്തെ ഷെല്ലിൽ ഉൾപ്പെടുത്താൻ പറ്റൂ? എല്ലില് 8 എണ്ണേ വെക്കാൻ പറ്റൂ. അപ്പോ രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോണിനെ വെച്ചു. ഇനി അവശേഷിക്കുന്ന ഇലക്ട്രോണിന്റെ എണ്ണം എത്രയാണ്? അവശേഷിക്കുന്ന ഇലക്ട്രോണിന്റെ എണ്ണം 1 ആണ്. അത് അടുത്ത ഷെല്ലായ എമ്മിലേക്ക് പോകും. ഇത് സോഡിയത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം കിട്ടിയില്ലേ? ഇനി നമ്മൾ അടുത്ത ക്ലോറിൻ നോക്കുന്നു. ക്ലോറിന്റെ അറ്റോമിക് നമ്പർ 17 ആണ്. 17 ആകുമ്പോൾ ഇലക്ട്രോണിന്റെ എണ്ണം 17 ആണല്ലോ. അപ്പൊ അതിന്റെ ഇലക്ട്രോൺ വിന്യാസം നമുക്ക് എഴുതാം. ഒന്നാമത്തെ ഷെല്ലിൽ പരമാവധി എത്ര പറ്റൂ? 2 എണ്ണം വെച്ചു. 2 എണ്ണം പോയി കഴിഞ്ഞാൽ ഈ ബാലൻസ് എത്ര ഉണ്ട്? 17 2 പോയാൽ 15 എണ്ണം ഉണ്ട് അല്ലേ. ആ 15 എണ്ണത്തിൽ രണ്ടാമത്തെ ഷെല്ലിൽ 15 എണ്ണം വെക്കാൻ പറ്റൂല. എത്ര എണ്ണേ പറ്റൂ? 8 എണ്ണേ പറ്റൂ. അപ്പൊ 8 എണ്ണം രണ്ടാമത്തതിൽ വെച്ചു. അപ്പൊ 8 എണ്ണം 10 ആയി. ഇനി ബാലൻസ് എത്ര എണ്ണത്തിന്റെ കുറവുണ്ട്? 7 എണ്ണത്തിന്റെ കുറവുണ്ട്. ആ 7 എണ്ണം പോകുന്നത് അടുത്ത എമ്മിലോട്ടാണ്. കാരണം എമ്മില് 18 വരെ ഉൾപ്പെടുത്താൻ പറ്റൂലേ. അപ്പൊ എമ്മിലേക്ക് പോകുന്നത് അടുത്ത 7 ഇലക്ട്രോൺ അങ്ങോട്ട് പോയി എമ്മിലേക്ക് പോയി. ഈ രീതിയിൽ നമുക്ക് ഓരോ മൂലകത്തിന്റെയും ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ പറ്റും. ഇത് നിങ്ങൾ 9ാം ക്ലാസ്സിൽ 18 വരെ ആർഗൺ വരെയുള്ള മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം എഴുതി പഠിച്ചിട്ടുണ്ട്. അപ്പോ ഈ കാര്യം നമുക്ക് ആവശ്യമുണ്ട്. ഇത് നിങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ ഇതും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുത്തതിലേക്ക് എന്ത് ചെയ്യണം പോവുകയാണ്. അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇലക്ട്രോൺ വിന്യാസത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരു ചെറിയ 1-2 കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആ കാര്യങ്ങളിലേക്കാണ് ഞാൻ പോകുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇലക്ട്രോൺ എപ്പോഴും നിറയുന്നത്, ഷെല്ലുകളിൽ ഇലക്ട്രോണുകൾ എപ്പോഴും നിറയുന്നത് ഊർജം കൂടി വരുന്ന ക്രമത്തിലാണ്. അതായത് ഏറ്റവും ഊർജം കുറഞ്ഞ ഷെല്ലിൽ ആദ്യം ഇലക്ട്രോൺ നിറയും. അതിനുശേഷം കുറച്ചുകൂടി ഊർജം കൂടിയതിൽ രണ്ടാമത് പറയും. ശേഷം പിന്നെയും ഊർജം കൂടിയത്. അങ്ങനെ ഊർജം കൂടിയ ആ ഒരു ഓർഡറിൽ കൂടി വരുന്ന ക്രമത്തിലാണ് ഇലക്ട്രോണുകൾ നിറയുന്നത്. ആ ഒരു കാര്യം ഓർത്തോളണം. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഷെല്ലുകളിലുള്ള കാര്യം മാത്രമല്ല, ഷെല്ലുകൾക്കുള്ളിലുള്ള ആൾക്കാരെ കുറിച്ച് നമ്മൾ അറിയണം. അവിടെ ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ ആദ്യം പറയുന്നു, ഷെല്ലുകളെ ഞാൻ ഇങ്ങനെ സൂചിപ്പിക്കുകയാണ്. ഇത് ഷെല്ലാണെന്ന് കരുതുക. ഇതെന്താണ്? ഷെല്ലാണ് എന്ന് കരുതണം. അപ്പൊ നമുക്കറിയാം, ഷെല്ല് നമ്മൾ സൂചിപ്പിക്കുമ്പോ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് KLMN എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സൂചിപ്പിക്കുന്നവരാണ് ഷെല്ലുകൾ. ഈ ഷെല്ല് ഞാൻ പരിഗണിച്ചാൽ, ഒരു ഷെല്ല് ഞാൻ എടുക്കുന്നു. ആ ഷെല്ലിനകത്താണല്ലോ ഇലക്ട്രോൺ കാണപ്പെടുന്നത്. ഇലക്ട്രോൺ കാണപ്പെടുന്നത് കൊണ്ട് തന്നെ ഇതിനെ വിളിക്കുന്ന പേര് ഊർജ നിലകൾ എന്നാണ്. ഈ ഷെല്ലുകളെ വിളിക്കുന്ന മറ്റൊരു പേരെന്താണ്? ഊർജ നിലകൾ എന്ന് വിളിക്കും. എന്തെന്ന് വിളിക്കും? ഊർജ നിലകൾ. അതായത് ഇലക്ട്രോണുകൾക്ക് ഊർജമുണ്ട്. ആ ഊർജമുള്ള ഇലക്ട്രോണുകൾ കാണപ്പെടുന്നത് കൊണ്ട് അത് അറിയപ്പെടുന്ന പേര് ഊർജ നിലകൾ എന്നാണ്. അപ്പോ ഈ ഊർജ നിലകളെ നമ്മൾ ഷെല്ലുകൾ എന്ന് വിളിക്കും. ആ ഷെല്ലുകൾക്കുള്ളിൽ ഉപ ഊർജ നിലകളുണ്ട്. ഷെല്ലുകൾക്കുള്ളിൽ ആരുണ്ട്? ഉപ ഊർജ നിലകളുണ്ട്. ഷെല്ലുകൾക്കുള്ളിൽ ആരുണ്ടേ? ഉപ ഊർജ നിലകൾ. അപ്പൊ ഈ ഒരു ബോക്സിന്റെ ഉള്ളിൽ ഞാൻ മറ്റൊരു ബോക്സ് വരച്ചില്ലേ? ഇത് പ്രധാന ഉപ ഊർജ നിലയാണെന്ന് കരുതുക. അതിന്റെ ഉള്ളിലുള്ള ഉപ ഊർജ നിലകളാണ് ഇത്. നമ്മൾ വിളിക്കുന്ന പേരാണ്, ഷെല്ലിന്റെ ഉള്ളിൽ കാണപ്പെടുന്ന ഉപ ഊർജ നിലകളെ വിളിക്കുന്ന പേരാണ് സബ്ഷെൽ. എങ്ങനെ വിളിക്കും? സബ്ഷെൽ എന്ന് വിളിക്കും. അപ്പൊ എന്താണ് ഷെൽ എന്ന് നമുക്കറിയാം. പ്രധാന ഊർജ നിലകളെ വിളിക്കുന്ന പേരാണ് ഷെല്ലുകൾ എന്ന് വിളിക്കും. ആ ഷെല്ലുകൾക്കുള്ളിലുള്ള ഉപ ഊർജ നിലകളെ വിളിക്കുന്ന പേരാണ് സബ്ഷെല്ലുകൾ എന്ന് വിളിക്കും. ഇനി ഒരു കാര്യം കൂടി ഇവിടെ അറിഞ്ഞിരിക്കുക. ഈ ഷെല്ലുകൾക്കുള്ളിലുള്ള സബ്ഷെല്ലിലാണല്ലോ ഇലക്ട്രോൺ കാണപ്പെടുന്നത്. എന്നാൽ സബ്ഷെല്ലുകൾക്കുള്ളിൽ എല്ലാ ഭാഗത്തും ഇലക്ട്രോൺ കാണപ്പെടാറില്ല. സബ്ഷെല്ലുകൾക്കുള്ളിൽ എല്ലാ ഭാഗത്തും ആര് കാണപ്പെടാറില്ല? ഇലക്ട്രോൺ കാണപ്പെടാറില്ല. സബ്ഷെല്ലുകൾക്കുള്ളിൽ ഇലക്ട്രോണുകൾ കാണപ്പെടാൻ സാധ്യത കൂടിയ മേഖലയെ വിളിക്കുന്ന പേരാണ് ഓർബിറ്റൽ എന്ന് വിളിക്കും. എന്നതാണ്? ഓർബിറ്റലുകൾ എന്ന് വിളിക്കും. എന്ന് വിളിക്കൂടെ? ഓർബിറ്റലുകൾ എന്ന് വിളിക്കും. അപ്പോ ഇവിടെ ഞാൻ ഇത് വരയ്ക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സബ്ഷെല്ലിനകത്ത് ഈ ഭാഗങ്ങളിൽ ഒന്നും ആര് കാണാൻ സാധ്യതയില്ല എന്ന് കരുതണം. ഇലക്ട്രോൺ കാണാൻ സാധ്യതയില്ല. ആകെ ഇലക്ട്രോൺ കാണപ്പെടാൻ സാധ്യത കൂടിയത് ഈ ഒരു ഭാഗത്താണ്. ആ ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓർബിറ്റലുകൾ. ഇവിടെയൊന്നും ആര് കാണൂല? ഇലക്ട്രോണുകൾ കാണൂല. ഇലക്ട്രോണുകൾ കാണപ്പെടാൻ സാധ്യത കൂടിയ മേഖലയെ മാത്രമേ നമ്മൾ എന്തെന്ന് വിളിക്കാറുള്ളൂ? ഓർബിറ്റലുകൾ എന്ന് വിളിക്കാറുള്ളൂ. അപ്പൊ 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. എന്താണ് ഷെൽ എന്ന് പഠിച്ചു, എന്താണ് സബ്ഷെൽ എന്ന് പഠിച്ചു, ഓർബിറ്റലുകൾ എന്താണ് എന്നും പഠിച്ചു. ഷെൽ എന്ന് പറഞ്ഞാൽ പ്രധാന ഊർജ നിലകൾ, അതാണ് ഷെൽ. ആ ഷെല്ലുകൾക്കുള്ളിൽ കാണപ്പെടുന്ന ഉപ ഊർജ നിലകളെയാണ് സബ്ഷെല്ലുകൾ എന്ന് വിളിക്കും.
ആ സബ്ഷെല്ലുകൾക്കുള്ളിലാണ് ഇലക്ട്രോൺ കാണപ്പെടുന്നത്. എന്നാൽ ശ്രദ്ധിക്കുക, സബ്ഷെല്ലുകൾക്കുള്ളിൽ എല്ലാ ഭാഗത്തും ഇലക്ട്രോണുകൾ കാണപ്പെടാറില്ല. സബ്ഷെല്ലുകൾക്കുള്ളിൽ എല്ലാ ഭാഗത്തും ആര് കാണൂല? ഇലക്ട്രോണുകൾ കാണപ്പെടാറില്ല. സബ്ഷെല്ലുകൾക്കുള്ളിൽ ഇലക്ട്രോണുകൾ കാണപ്പെടാൻ സാധ്യത കൂടിയ മേഖലയെ വിളിക്കുന്ന പേരാണ് ഓർബിറ്റലുകൾ എന്ന് വിളിക്കും. എന്ന് വിളിക്കും ഓർബിറ്റലുകൾ എന്ന് വിളിക്കും. ഈ 3 ടേമുകൾ മനസ്സിലാക്കി വെക്കണം. ഈ 3 ടേമുകൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഷെല്ല്, സബ് ഷെല്ല്, ഓർബിറ്റ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യം, നമുക്കറിയാം പ്രധാനപ്പെട്ട ഷെല്ലുകളാണ് ഏതൊക്കെ? കെ, എൽ, എം, എൻ. ഇതാണ് പ്രധാനപ്പെട്ട 4 ഷെല്ലുകൾ. ഇതാണ് പ്രധാനപ്പെട്ട നമ്മൾ പഠിക്കേണ്ട 4 ഷെല്ലുകൾ. അപ്പൊ ഷെല്ലുകൾക്ക് പേര് കൊടുത്തിട്ടുണ്ട്. കെ, എൽ, എം, എൻ എന്നിങ്ങനെ പേര് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സബ് ഷെല്ലുകൾക്കും പേര് കൊടുത്തിട്ടുണ്ട്. സബ് ഷെല്ലുകൾക്കും എന്ത് കൊടുത്തിട്ടുണ്ട്? പേര് കൊടുത്തിട്ടുണ്ട്. സബ് ഷെല്ലുകളുടെ പേര് എങ്ങനെയാണെന്ന് വെച്ചാൽ, പ്രധാനപ്പെട്ട നമുക്ക് അറിഞ്ഞിരിക്കേണ്ട 4 സബ് ഷെല്ലുകളാണ് എസ്, പി, ഡി, എഫ്. ഇതാണ് പ്രധാനപ്പെട്ട 4 സബ് ഷെല്ലുകൾ. എസ്, പി, ഡി, എഫ്. ഇതാണ് പ്രധാനപ്പെട്ട 4 സബ് ഷെല്ലുകൾ. അപ്പോ ഷെല്ലുകളെ പോലെ തന്നെ അവർക്കും പേര് കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് ഈ പേര് കൊടുത്തിരിക്കുന്നത് ഈ ഓരോ സബ് ഷെല്ലിന്റെയും അവരുടെ ഇതാണ് പ്രോപ്പർട്ടീസ്, അല്ലെങ്കിൽ അവരുടെ ഗുണത്തിന്റെ, അല്ലെങ്കിൽ അവരുടെ ഫിസിക്കലായിട്ടുള്ള കുറച്ച് നാച്ചുറലിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് ഇത് ചെയ്തിരിക്കുന്നത്, കൊടുത്തേക്കുന്നത്. അപ്പോ എസ് എന്ന് പറഞ്ഞാൽ ഷാർപ്പ് എന്നതിനെ സൂചിപ്പിക്കും. പി പ്രിൻസിപ്പൽ, അതുപോലെ തന്നെ ഡി ഡിഫ്യൂസ്, എഫ് ഫണ്ടമെന്റൽ എന്നിങ്ങനെയാണ് ഈ സബ് ഷെല്ലുകൾ കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. നമുക്ക് വേണ്ടത് എന്താ? ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട സബ് ഷെല്ലുകൾ എന്ന് അറിഞ്ഞിരിക്കുക. ഏതൊക്കെയാണ്? എസ്, പി, ഡി, എഫ്. എസ്, പി, ഡി, എഫ്. ഇതാണ് പ്രധാനപ്പെട്ട സബ് ഷെല്ലുകൾ. അപ്പൊ ഈ സബ് ഷെല്ലുകളുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, ഈ സബ് ഷെല്ലുകളെല്ലാം കാണപ്പെടുന്നത് ഷെല്ലുകളിലാണ് എന്ന് നമുക്കറിയാം. ഈ ഓരോ ഷെല്ലിന്റെ ഉള്ളിലും സബ് ഷെല്ലുകൾ ഉണ്ട് എന്ന് നമുക്കറിയാം. അപ്പോ ഈ ഷെല്ലുകൾക്കുള്ളിലുള്ള സബ് ഷെല്ലുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അത് കണ്ടെത്താനും വളരെ സിമ്പിൾ ആണ്. വേറൊന്നുമില്ല, കെ എന്ന് പറയുന്നത് 1ാമത്തെ ഷെല്ലാണ്. നമുക്കറിയാം കെ എത്രാമത്തെ ഷെല്ലാണ്? 1ാമത്തെ ഷെല്ലാണ്. ഈ 1ാമത്തെ ഷെല്ലായ കെയിൽ എത്ര സബ് ഷെൽ ഉണ്ട് എന്ന് ചോദിച്ചാൽ ഒരൊറ്റ സബ് ഷെല്ലേ ഉള്ളൂ. കെയിൽ എത്ര സബ് ഷെല്ലേ ഉള്ളൂ? ഒറ്റ സബ് ഷെൽ. അതെങ്ങനെ നമുക്ക് കിട്ടി? കെ 1ാമത്തെ ഷെല്ലാണ്. അപ്പോ 1ാമത്തെ ഷെൽ എന്ന് പറഞ്ഞ ഷെൽ നമ്പരും അതിനകത്തുള്ള ഷെല്ലിന്റെ എണ്ണവും തുല്യമായിരിക്കും. അപ്പൊ 1ാമത്തെ ഷെല്ലാണെങ്കിൽ അത് 1 സബ് ഷെൽ, 2ാമത്തെ ഷെല്ലാണെങ്കിൽ 2 സബ് ഷെൽ, 3ാമത്തെ ഷെല്ലാണെങ്കിൽ 3 സബ് ഷെൽ, 4ാമത്തെ ഷെല്ലാണെങ്കിൽ 4 സബ് ഷെൽ. ഈ രീതിയിലാണ് സബ് ഷെല്ലുകളെ കിട്ടുന്നത്. അപ്പോ കെ എന്ന് പറഞ്ഞ 1ാമത്തെ ഷെല്ലാണല്ലോ, അതിൽ 1 സബ് ഷെൽ. ആ 1ാമത്തെ സബ് ഷെൽ ഏതായിരിക്കും? അത് എസ് ആണ്. 1ാമത്തെ സബ് ഷെൽ ഏതാണ്? അത് എസ് ആണ്. 2ാമത് നമ്മൾ എല്ലിലേക്ക് പോകുമ്പോൾ 2ാമത്തെ ഷെല്ലിൽ 2 സബ് ഷെൽ ആണെന്ന് ഞാനിപ്പോ പറഞ്ഞു അല്ലേ. അപ്പൊ 2 സബ് ഷെൽ ആകുമ്പോൾ ഏതൊക്കെയായിരിക്കും? ആദ്യത്തെ 2 ഏതാണ്? എസും പിയും. അപ്പൊ എല്ലിൽ കാണപ്പെടുന്ന സബ് ഷെല്ലുകളാണ് എസും പിയും. ഇനി 3ാമത്തെ ഷെല്ല് എം ആണ്. 3ാമത്തെ ഷെല്ല് ഏതാണ്? എം ആണ്. ആ എമ്മിൽ 3 സബ് ഷെല്ല് കാണപ്പെടും അല്ലെ. ഏതൊക്കെയാണ്? എസ്, പി, ഡി. 3 ഉണ്ട്. ഏതൊക്കെയാണ്? എസ്, പി, ഡി. ഇനി 4ാമത്തെ ഷെല്ലിൽ 4 സബ് ഷെല്ലാണ്. 4ാമത്തെ ഷെല്ലിൽ എത്ര സബ് ഷെല്ലാണ്? 4 സബ് ഷെല്ലാണ്. കാരണം ഷെല്ലിന്റെ എണ്ണവും സബ് ഷെല്ലിന്റെ എണ്ണവും എപ്പോഴും എന്തായിരിക്കും? തുല്യം. അതായത് ഷെൽ നമ്പർ എണ്ണയായിരിക്കും സബ് ഷെല്ലിന്റെ എണ്ണം എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ 4 സബ് ഷെൽ ഉണ്ടെന്ന് പറയാം. എസ്, പി, ഡി, എഫ്. ഇതാണ് ഓരോ ഷെല്ലിലെയും സബ് ഷെല്ലുകൾ. ഇതാണ് എന്ന് പറയുന്നത് ഓരോ ഷെല്ലിലെയും സബ് ഷെല്ലുകൾ എന്ന് പറയുന്നത്. അപ്പോ ഓർത്തു വെക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഓരോ ഷെല്ലിലുമുള്ള സബ് ഷെല്ലുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക. 1ാമത്തെ കെ ഷെല്ലിൽ ഒരൊറ്റ സബ് ഷെൽ, അത് എസ് ആണ്. 2ാമത്തെ എൽ ഷെല്ലിൽ 2 സബ് ഷെൽ, എസും പിയുമാണ്. 3ാമത്തെ എം ഷെല്ലിൽ 3 സബ് ഷെൽ, എസ്, പി, ഡി ആണ്. 4ാമത്തെ എൻ ഷെല്ലിൽ 4 സബ് ഷെൽ, എസ്, പി, ഡി, എഫ് എന്നിങ്ങനെ. അപ്പൊ ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, നമുക്കിപ്പോ ഈ തന്നിരിക്കുന്ന സബ് ഷെല്ലുകൾ നോക്കിയിട്ട് ഇപ്പൊ നിങ്ങളുടെ അടുത്ത് വെറുതെ എസ് എന്ന് പറഞ്ഞ് ഞാൻ തന്നേക്കും, എന്തൊരു സബ് ഷെല്ലാണെന്ന് ഞാൻ തന്നു. ഇത് ഏത് ഷെല്ലിലെ സബ് ഷെല്ലാണെന്ന് നിങ്ങളുടെ അടുത്ത് ചോദിക്കും. ഇത് നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കില്ല. കാരണം ഈ എസ് എന്ന് പറയുന്നത് കെയിലുണ്ട്, എല്ലിലുണ്ട്, എമ്മിലുണ്ട്, എന്നിലുണ്ട്. അപ്പൊ ഏതിലെ എസ് വേണമെങ്കിലും ആവാം. ഇത് ഏതാണെന്ന് വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ പറ്റൂ ഇല്ല. അപ്പോ അങ്ങനെ ഏത് ഷെല്ലിലെ സബ് ഷെല്ലാണ് എന്ന് തിരിച്ചറിയുവാൻ ഈ സബ് ഷെല്ലുകളോടൊപ്പം നമ്മൾ ഷെൽ നമ്പറിനെ കൂടി രേഖപ്പെടുത്തും. എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോ ഞാൻ എഴുതാൻ പോകുന്നത് കെയിലെ എസ് സബ് ഷെല്ലാണെന്ന് കരുതണം. കെയിലെ എസ് സബ് ഷെൽ. അപ്പൊ എസ് ഇവിടെ എഴുതിയിട്ടുണ്ട്.
അത് കെയിലാണ് എന്ന് കാണിക്കുവാനായിട്ട് അതിന്റെ ഷെൽ നമ്പർ കൂടി കാണിക്കണം. കെ എന്ന് പറയുന്നത് എത്രാമത്തെ ഷെല്ലാണ്? ഒന്നാമത്തെ ഷെല്ലാണ്. അപ്പൊ അതിന്റെ ഷെൽ നമ്പർ എത്രയാണ്? 1 ആണ്. അപ്പൊ ഇത് കെയിലെ എസ് ആണെന്ന് കാണിക്കാനായിട്ട് എനിക്ക് എന്ത് ചെയ്താൽ മതി? ഇതിന്റെ ഫ്രണ്ടില് 1 ഇട്ട് കൊടുത്താൽ മതി. അപ്പോ നമുക്ക് എങ്ങനെ കിട്ടും? 1s എന്ന് കിട്ടും അല്ലെ? എസ് എന്ന് പറയുന്ന സബ്ഷെൽ എഴുതിയിട്ട് അതിന്റെ ഇടതു ഭാഗത്ത് ഷെല്ലിന്റെ നമ്പർ സൂചിപ്പിക്കുക. അപ്പൊ നമുക്ക് അത് ഏത് ഷെല്ലിലെ സബ്ഷെല്ലാണെന്ന് കിട്ടും. അപ്പൊ 1s എന്ന് സൂചിപ്പിച്ചാൽ അത് കെയിലെ എസ് സബ്ഷെല്ലാണെന്ന് കിട്ടും. 1s എന്ന് സൂചിപ്പിച്ചാൽ അത് കെയിലെ എസ് ആണെന്ന് കിട്ടും. ഇനി അതുപോലെ തന്നെ ഇവിടെ നമുക്ക് നോക്കിയാൽ 2ലെ രണ്ടാമത്തെ എല്ലിലെ എസ് ആണെന്ന് കാണിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? 2s എന്ന് ഉപയോഗിക്കാം. രണ്ടാമത്തെ എല്ലിലെ എസ് ആണെന്ന് കാണിക്കാൻ 2s എന്ന് ഉപയോഗിക്കാം. അതുപോലെ 2p എന്ന് ഉപയോഗിച്ചാൽ അത് നമുക്ക് എന്തിനെ സൂചിപ്പിക്കാൻ പറ്റും? പിയിലെ സബ്ഷെല്ലാണെന്ന് സൂചിപ്പിക്കാൻ പറ്റും അല്ലെ? രണ്ടാമത്തെ എല്ലിലെ സബ്ഷെല്ലാണ് ഇത് പി എന്ന് നമുക്ക് കിട്ടും. അപ്പൊ രണ്ടാമത്തെ എൽ എന്ന് പറയുന്ന സബ്ഷെല്ലിലെ എൽ എന്ന് പറയുന്ന ഷെല്ലിലെ 2 സബ്ഷെല്ലുമാണ് ഏതൊക്കെ? 2s ഉം 2p. അതുപോലെ തന്നെ മൂന്നാമത്തെ എം ഷെല്ലിലെ സബ്ഷെല്ലുകളാണ് ഏതൊക്കെ? എസ് ഉണ്ട്, പി ഉണ്ട്, ഡി ഉണ്ട്. അതിനെ എങ്ങനെ സൂചിപ്പിക്കാം? മൂന്നാമത്തെ ഷെല്ലായതുകൊണ്ട് 3s എന്നും 3p എന്നും 3d എന്നും സൂചിപ്പിക്കാം. 3s 3p 3d എന്ന് ഇങ്ങനെ സൂചിപ്പിക്കാനായിട്ട് സാധിക്കും. 3s 3p 3d എന്നിങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? സൂചിപ്പിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ n എന്ന് പറയുന്നത് എത്രാമത്തെ ഷെല്ലാണ്? 4ാമത്തെ ഷെല്ലാണ്. ആ 4ാമത്തെ ഷെല്ലിലെ സബ്ഷെല്ലുകളെ നമുക്ക് എങ്ങനെ സൂചിപ്പിക്കാം? 4s 4p 4d 4f എന്നിങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? സൂചിപ്പിക്കാം. അപ്പോ ഇനി നിങ്ങളടുത്ത് ചോദിക്കുകയാണ്, ഈ 2p എന്ന് പറയുന്നത് ഏത് ഷെല്ലിലെ സബ്ഷെല്ലാണെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അത് രണ്ടാമത്തതിലെ ഷെല്ലായ എല്ലിലെ പി സബ്ഷെല്ലാണ്. രണ്ടാമത്തെ ഷെല്ലായ എല്ലിലെ പി സബ്ഷെല്ലാണെന്ന് മനസ്സിലാക്കാം. അതുപോലെ 4d എന്ന് തന്നിട്ട് അത് ഏത് സബ്ഷെല്ലാണ് അല്ലെങ്കിൽ ഏത് ഷെല്ലിലെ സബ്ഷെല്ലാണെന്ന് ചോദിച്ചാൽ നമുക്ക് വ്യക്തമായിട്ട് പറയാം അത് 4ാമത്തെ ഷെല്ലായ എന്നിലെ 4 അല്ലെങ്കിൽ n എന്ന് പറയുന്നതിലെ ഡി സബ്ഷെല്ലാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം? പറയാം. ഈ രീതിയിൽ ഓരോ ഷെല്ലിലെയും സബ്ഷെല്ലുകളെ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. അപ്പോ ഈ കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. ഷെല്ല് നമ്മളെപ്പോഴും സബ്ഷെൽ എഴുതുമ്പോൾ അത് ഏത് ഷെല്ലിലെ സബ്ഷെല്ലാണെന്ന് കാണിക്കുവാൻ അതിന്റെ ഇടതുഭാഗത്ത് ഷെല്ലിന്റെ നമ്പർ കൂടി രേഖപ്പെടുത്തണം എന്നുള്ള കാര്യം കൂടി ഈ ഒരു കാര്യത്തിൽ ഓർത്ത് വെച്ചോളാം. അപ്പൊ ഞാൻ ഇനി അടുത്ത് മറ്റൊരു കാര്യത്തിലേക്കാണ് കടക്കാൻ പോകുന്നത്. അടുത്ത് പഠിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഷെല്ലുകളിൽ നമുക്ക് ഉൾക്കൊള്ളിക്കുവാനായിട്ട് സാധിക്കുന്ന ഇലക്ട്രോണിന്റെ എണ്ണം കണ്ടെത്തുന്നതിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. എങ്ങനെയായിരുന്നു? ഷെല്ലിനകത്ത് 2n² എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിച്ച് ഓരോ ഷെല്ലിലും ഉൾപ്പെടുത്താൻ പറ്റുന്ന ഇലക്ട്രോണിന്റെ എണ്ണം നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ നമ്മൾ എങ്ങനെയാണ് അതേ രീതിയിൽ തന്നെ സബ്ഷെല്ലുകളിലുള്ള ഇലക്ട്രോണിന്റെ എണ്ണവും കണ്ടെത്തണം. ഒരു സബ്ഷെല്ലിൽ മാക്സിമം പരമാവധി നമുക്ക് എത്ര ഇലക്ട്രോണിനെ ഉൾപ്പെടുത്താൻ പറ്റും എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. അതാണ് ഞാൻ ഇനി പറയാനായിട്ട് പോകുന്നത്. അപ്പൊ ഞാൻ ഒന്നാമത്തെ സബ്ഷെല്ലായ എസ് എടുക്കുന്നു. ഒന്നാമത്തെ സബ്ഷെൽ ഏതാണ്? എസ് എടുക്കുന്നു. ആ എസിനകത്ത് എത്ര ഇലക്ട്രോൺ ഉൾപ്പെടുത്താൻ പറ്റും എന്ന് ചോദിച്ചാൽ പറയേണ്ടത് ഇത്രയേ ഉള്ളൂ. എസ് എന്ന് പറയുന്ന സബ്ഷെല്ലിൽ ഒരൊറ്റ ഓർബിറ്റലേ ഉള്ളൂ. എസ് എന്ന് പറയുന്ന സബ്ഷെല്ലിൽ എത്ര ഓർബിറ്റലാണ്? ഒരു ഓർബിറ്റൽ മാത്രമേ ഉള്ളൂ. ഒരു ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ കാണപ്പെടാൻ സാധ്യത കൂടി ഒരൊറ്റ ഭാഗം മാത്രമേ ഉള്ളൂ. അതാണ് ഓർബിറ്റൽ. അങ്ങനെ ഒറ്റ ഓർബിറ്റലേ ഉള്ളൂ. ഇനി നിങ്ങൾ അറിയേണ്ട മറ്റൊരു കാര്യം, ഏത് ഓർബിറ്റലായാലും അത് ഏത് എലമെന്റിന്റെ ആയിക്കോട്ടെ ഏത് സബ്ഷെല്ലിൽ ആയിക്കോട്ടെ ഏത് ഓർബിറ്റലിലായാലും പരമാവധി ഒരു ഓർബിറ്റലിൽ 2 ഇലക്ട്രോണിനെ വെക്കാൻ പറ്റും. പരമാവധി ഒരു ഓർബിറ്റലിൽ എത്ര ഇലക്ട്രോണിനെ വെക്കാൻ പറ്റും? 2 ഇലക്ട്രോണിനെ വെക്കാൻ പറ്റും. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞു എസ് എന്ന് പറയുന്ന സബ്ഷെല്ലിൽ ഒരു ഓർബിറ്റൽ ഉണ്ട്. എസ് എന്ന് പറയുന്ന സബ്ഷെല്ലിൽ എത്ര ഓർബിറ്റൽ ഉണ്ട്? ഒരു ഓർബിറ്റൽ ഉണ്ട്. ആ ഒരു ഓർബിറ്റലിൽ എത്ര ഇലക്ട്രോണിനെ പരമാവധി ഉൾപ്പെടുത്താം? 2 ഇലക്ട്രോണിനെ പരമാവധി ഉൾപ്പെടുത്താം അല്ലെ? അപ്പൊ നമുക്ക് കണ്ടെത്താൻ പറ്റും എസിൽ പരമാവധി 2 ഇലക്ട്രോണിനെ ഉൾപ്പെടുത്തുവാനായിട്ട് സാധിക്കും. എസ് എന്ന് പറയുന്ന സബ്ഷെല്ലിൽ പരമാവധി 2 ഇലക്ട്രോണിനെ ഉൾപ്പെടുത്തുവാനായിട്ട് സാധിക്കും. ഇനി അടുത്ത രണ്ടാമത്തെ സബ്ഷെല്ലായ പിയിലേക്ക് ഞാൻ പോകുന്നു. രണ്ടാമത്തെ സബ്ഷെൽ ഏതാണ്? പി ആണ്. ആ പിയിലേക്ക് പോയാൽ പിയിൽ 3 ഓർബിറ്റൽ ഉണ്ട്. പിയിൽ മൊത്തം എത്ര ഓർബിറ്റൽ ഉണ്ടേ?
3 ഓർബിറ്റൽ ഉണ്ട്. പിയിൽ മൊത്തം 3 ഓർബിറ്റൽ. അതിൽ ഒരു ഓർബിറ്റലിൽ 2 ഇലക്ട്രോൺ വീതം, 3 ഓർബിറ്റലിലും കൂടി എത്ര ഇലക്ട്രോൺ ഉൾപ്പെടുത്താൻ പറ്റും? 3 × 2 എത്ര കിട്ടും? 6. അപ്പോ പി എന്ന് പറയുന്ന സബ്ഷെല്ലിൽ പരമാവധി നമുക്ക് 6 ഇലക്ട്രോണിനെ ഉൾപ്പെടുത്തുവാനായിട്ട് സാധിക്കും. അപ്പൊ എസ് എന്ന് പറയുന്ന സബ്ഷെല്ലിൽ പരമാവധി നമുക്ക് 1 ഇലക്ട്രോൺ, പരമാവധി 2 ഇലക്ട്രോണിനെ, അതായത് ഒരൊറ്റ ഓർബിറ്റലേ ഉള്ളൂ, 2 ഇലക്ട്രോണിനെ ഉൾപ്പെടുത്താൻ പറ്റും. പി എന്ന് പറയുന്ന സബ്ഷെല്ലിൽ എത്ര ഓർബിറ്റൽ ഉണ്ട്? 3 ഓർബിറ്റൽ ഉണ്ട്. പി എന്ന് പറയുന്നതില് 3 ഓർബിറ്റൽ ഉണ്ട്. ഒരു ഓർബിറ്റലിൽ 2 ഇലക്ട്രോൺ വീതം, 3 ഓർബിറ്റലിലും കൂടി എത്ര ഇലക്ട്രോൺ? 6 ഇലക്ട്രോണിനെ ഉൾപ്പെടുത്താൻ പറ്റും. അടുത്ത ഞാൻ ഡിയിലേക്ക് നോക്കുന്നു. ഡിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഡിയിൽ 5 ഓർബിറ്റൽ. ഇതെല്ലാം നമ്മളെ ഒറ്റ സംഖ്യകൾ പോകുമ്പോൾ പോകും. 1, 3, അടുത്ത എത്രയാ? 5. അപ്പൊ ഡിയില് 5 ഓർബിറ്റൽ ഉണ്ട്. ഒരു ഓർബിറ്റലിൽ 2 ഇലക്ട്രോൺ ആണെങ്കിൽ 5 ഓർബിറ്റലിൽ എത്ര എണ്ണം? 5 × 2 എത്ര ഇലക്ട്രോൺ പരമാവധി ഉൾപ്പെടുത്താം? 10. പരമാവധി 10 ഇലക്ട്രോണിനെ ഉൾപ്പെടുത്തുവാനായിട്ട് സാധിക്കും. ഇനി അതുപോലെ തന്നെ നമുക്ക് എന്താണ്? അടുത്ത എഫിലേക്ക് പോകുന്നു. എഫിലേക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെ വരും? എഫില് 7 ഓർബിറ്റൽ. അടുത്ത സംഖ്യ ഏതാണ്? 7 ആണല്ലേ. അപ്പൊ 7 ഓർബിറ്റൽ എഫിലുണ്ട്. ആ എഫിൽ 7 ഓർബിറ്റലിൽ ഒരു ഓർബിറ്റലിൽ 2 ഇലക്ട്രോൺ വീതം, 7 ഓർബിറ്റലിലും കൂടി നമുക്ക് എത്ര ഇലക്ട്രോൺ ഉൾപ്പെടുത്താൻ പറ്റും? 14 ഇലക്ട്രോണിനെ ഉൾപ്പെടുത്തുവാനായിട്ട് സാധിക്കും. അപ്പോ പറയേണ്ടത് ഇത്രയേ ഉള്ളൂ. എസ് എന്ന് പറയുന്ന സബ്ഷെല്ലിൽ ഒരു ഓർബിറ്റലാണുള്ളത്. ഒരു ഓർബിറ്റലിൽ 2 ഇലക്ട്രോണെ പറ്റൂ. അപ്പോൾ എസിലെ മാക്സിമം പരമാവധി നമുക്ക് 2 ഇലക്ട്രോണിനെ ഉൾപ്പെടുത്താൻ പറ്റൂ. അതിനുശേഷം പി നമ്മൾ പരിഗണിക്കുന്നു. പിയിലേക്ക് പോയി കഴിഞ്ഞാൽ പിയിൽ 3 ഓർബിറ്റൽ ഉണ്ട്. ഒരു ഓർബിറ്റലിൽ 2 ഇലക്ട്രോൺ വീതം, 3 ഓർബിറ്റലിലും കൂടി 6 ഇലക്ട്രോണുകൾ ഉൾപ്പെടുത്താനായിട്ട് പറ്റും. അതുപോലെ ഡി നമ്മൾ നോക്കിയാൽ ഡിയിൽ 5 ഓർബിറ്റൽ ആണുള്ളത്. ഒരു ഓർബിറ്റലിൽ 2 ഇലക്ട്രോൺ വീതം, 5 ഓർബിറ്റലിൽ 5 × 2 10 ഇലക്ട്രോണിനെ ഡിയിൽ പരമാവധി ഉൾപ്പെടുത്താം. 11 വന്നു കഴിഞ്ഞാൽ പിന്നെ ഡിയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല, അത് അടുത്തതിലോട്ട് പോകും അല്ലെ. ഇനി എഫ് നമ്മൾ പരിഗണിച്ചാൽ എഫില് പരമാവധി നമുക്ക് 14 എണ്ണത്തിന് ഉൾപ്പെടുത്താൻ പറ്റും. എന്തുകൊണ്ടാ? എഫില് 7 ഓർബിറ്റലേ ഉള്ളൂ. ഒരു ഓർബിറ്റലിൽ 2 ഇലക്ട്രോൺ വീതം, 7 ഓർബിറ്റലിലും കൂടി എത്ര വരും? 14 ഇലക്ട്രോൺ. അപ്പൊ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ സബ്ഷെല്ലിലും ഉൾക്കൊള്ളിക്കുവാനായിട്ട് പറ്റുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അപ്പൊ ഇത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത നമുക്ക് മറ്റൊരു കാര്യത്തിലേക്ക് പോകാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ഷെല്ലുകളിൽ ഇലക്ട്രോൺ നിറയുന്നത് എങ്ങനെയാണ്? ഊർജം കൂടി വരുന്ന ക്രമത്തിലാണ് അല്ലെ. ഏറ്റവും ഊർജം കുറഞ്ഞ ഷെല്ലിൽ ആദ്യം ഇലക്ട്രോൺ നിറയും. അതിനുശേഷം കൂടി വരുന്ന ഓർഡറിൽ ഓരോന്നിലായിട്ട് ഇലക്ട്രോണുകൾ നിറയുന്നു. ഇതേ ഓർഡറിൽ തന്നെയാണ് സബ്ഷെല്ലുകളിലും ഇലക്ട്രോണുകൾ നിറയുന്നത് ഇതേ ഓർഡറിലാണ്. നിങ്ങളുടെ പുസ്തകത്തിൽ സബ്ഷെല്ലുകളിൽ ഇലക്ട്രോൺ നിറയുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ ഗ്രാഫ് തന്നിട്ടുണ്ട്. ആ ഗ്രാഫ് ഞാൻ ഒന്ന് വരയ്ക്കാം. ആ ഗ്രാഫിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് 1-2 കാര്യങ്ങൾ നോക്കാം. അപ്പൊ ഗ്രാഫിൽ ഇവിടെ തന്നിരിക്കുന്നത് ഊർജമാണ്. ഊർജം കൂടി വരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് മേളിലോട്ട് പോകും. ഇത് സബ്ഷെല്ലുകളാണ്. അപ്പോ ആദ്യത്തെ സബ്ഷെല്ലിൽ ഞാൻ ഇവിടെ തന്നിട്ടുണ്ട് 1s തന്നിട്ടുണ്ട്. 1s. അതിനുശേഷം ഇവിടെ 2s-ഉം 2p-യും തന്നിട്ടുണ്ട്. 2s-ഉം 2p-യും തന്നിട്ടുണ്ട്. അതിനുശേഷം 3s 3p തന്നിട്ടുണ്ട്. 3d കുറച്ച് മുകളിലാണ് വന്നിരിക്കുന്നത് അല്ലേ. അത് നിങ്ങൾ ആ പുസ്തകത്തിൽ ഗ്രാഫ് നോക്കിയാൽ അറിയാം. 3d കുറച്ച് മുകളിലാണ് വന്നിരിക്കുന്നത്. ഇനി ഇതിന്റെ രണ്ടിന്റെയും ഇടയ്ക്കായിട്ട് ഇവിടെ ഒരു 4s തന്നിട്ടുണ്ട്. ഇവിടെ ആര് തന്നിട്ടുണ്ട്? 4s തന്നിട്ടുണ്ട്. ഏറ്റവും മുകളിലായിട്ട് ആര് തന്നിട്ടുണ്ട്? 4p-യും തന്നിട്ടുണ്ട്. ഏറ്റവും മുകളിലായിട്ട് ആര് തന്നിട്ടുണ്ട്? 4p-യും തന്നിട്ടുണ്ട്. ഇതാണ് ഗ്രാഫ്. ഈ ഗ്രാഫ് നിങ്ങൾക്ക് വിശകലനം ചെയ്യുവാനായിട്ട് പറയും. എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗ്രാഫ് നോക്കണം. ഈ ഗ്രാഫ് നോക്കിയതിനു ശേഷം ഇതിൽ ഏറ്റവും ഊർജം കുറഞ്ഞ സബ്ഷെൽ ഏതാണെന്ന് നോക്കാം. ഈ ഗ്രാഫില് ഏറ്റവും ഊർജം കുറഞ്ഞ സബ്ഷെൽ ഏതാണെന്ന് നോക്കണം. ഏതിലാണ് ഊർജം ഏറ്റവും കുറവ്? അത് ഏറ്റവും താഴെയുള്ളതല്ലേ. ഊർജം കൂടുമ്പോൾ മുകളിലോട്ടല്ലേ പോണത്. അപ്പോൾ ഏറ്റവും താഴെയുള്ളത് ഏതാണ്? 1s ആണ്. ഈ ഗ്രാഫ് അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കിയാൽ ഏറ്റവും ഊർജം കുറഞ്ഞത് 1s-നും ഊർജം ഏറ്റവും കൂടിയത് 4p-ക്കുമാണ് എന്ന് പറയാം ഈ ഗ്രാഫിന്റെ അടിസ്ഥാനത്തിൽ. അപ്പൊ ഈ ഗ്രാഫ് വിശകലനം ചെയ്താൽ നമുക്ക് പറയാൻ പറ്റും ഇവിടെ ഏറ്റവും ഊർജം കുറഞ്ഞത് 1s-നും ഏറ്റവും ഊർജം കൂടിയത് 4p-ക്കുമാണ് എന്ന് പറയാം.
ഇനി നിങ്ങളുടെ ഞാൻ പറയുന്നു 1s ഉം 2s ഉം താരതമ്യം ചെയ്യുക. 1sനെയും 2sനെയും താരതമ്യം ചെയ്യുക. ഇതിൽ ആർക്കാണ് ഊർജം കുറവ് എന്ന് ചോദിച്ചാൽ നോക്കുക, ഏറ്റവും താഴെ വരുന്ന ആരാണോ അവർക്കായിരിക്കും ഊർജ്ജം കുറവ്. ഈ 1s ഉം 2s ഉം താരതമ്യം ചെയ്യുമ്പോൾ 1s ആണ് താഴെയുള്ളത് അല്ലേ. അപ്പൊ ഈ 1sനാണ് എന്തെന്ന് പറയുന്നത് ഊർജം കുറവ്. 2sനേക്കാൾ 1sനാണ് ഊർജം കുറവ്. 1sനേക്കാൾ ഊർജം കൂടുതലാണ് നമുക്ക് 2s. ഇനി അതുപോലെ ഞാൻ നിങ്ങളുടെ 3s ഉം 3p ഉം താരതമ്യം ചെയ്യാൻ പറയുന്നു. 3s ഉം 3p ഉം താരതമ്യം ചെയ്യാൻ പറയുന്നു. നോക്കുക, 3s ഉം 3p ഉം താരതമ്യം ചെയ്യുമ്പോൾ ഇവിടെ ഊർജം കുറഞ്ഞത് ആർക്കാണ്? 3pക്കാണോ 3sനാണോ? താഴെ വരുന്ന ആർക്കാണോ അവർക്കാണ് ഊർജ്ജം കുറഞ്ഞത്. 3pയേക്കാൾ താഴെ വന്നിരിക്കുന്ന ആരാണ്? 3s ആണ്. അപ്പൊ ഇവിടെ 3sനാണ് ഊർജ്ജം കുറവ്. 3pയേക്കാൾ 3sനാണ് ഊർജ്ജം കുറവ്. 3sനേക്കാൾ ഊർജ്ജം കൂടുതലാണ് ആർക്ക്? 3p. ഇനി അതുപോലെ തന്നെ നിങ്ങളുടെ ഞാൻ പറയുന്നു 3dയും 4s ഉം താരതമ്യം ചെയ്യുക. 3dയും 4s ഉം താരതമ്യം ചെയ്യുക. ഈ 3d എന്ന് പറയുന്നത് മൂന്നാമത്തെ ഷെല്ലിലെ ഡി സബ്ഷെൽ ആണ് അല്ലേ. 3d എന്ന് പറയുന്നത് മൂന്നാമത്തെ ഷെല്ലിലെ ഡി സബ്ഷെൽ ആണ്. 4s എന്ന് പറയുന്നത് നാലാമത്തെ ഷെല്ലിലെ എസ് സബ്ഷെൽ ആണ്. ഈ രണ്ട് സബ്ഷെല്ലുകൾ താരതമ്യം ചെയ്യുമ്പോൾ ഊർജം കുറവ് മൂന്നാമത്തെ ഡിയേക്കാൾ ആർക്കാണ്? നാലാമത്തെ എസിനാണ്. അതായത് നാലാമത്തെ എസിനാണ് ഡിയേക്കാൾ ഊർജം കുറവെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറയാം. മൂന്നാമത്തെ ഷെല്ലിലെ ഡി സബ്ഷെല്ലിനേക്കാൾ ഊർജം കുറവ് നാലാമത്തെ ഷെല്ലിലെ എസ് സബ്ഷെല്ലിലാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇലക്ട്രോൺ നിറഞ്ഞു വരുമ്പോൾ ആദ്യം 1s ഇലക്ട്രോൺ നിറയും, ശേഷം 2s പോകും, 2p വരും, 3s കയറും, 3p വരും. 3p കഴിഞ്ഞിട്ട് 3dയിലേക്ക് പോകില്ല. കാരണം 3p കഴിഞ്ഞാൽ പിന്നെ ഊർജം കുറഞ്ഞത് 4sനാണ്. ആ 4s ഇലക്ട്രോൺ നിറഞ്ഞതിന് ശേഷം മാത്രമേ 3dയിലേക്ക് പോകും. 3d ഫുൾ ആയി കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് 4pയിലോട്ടാണ്. ഈ രീതിയിലായിരിക്കും സബ്ഷെല്ലുകളിൽ ഇലക്ട്രോണുകൾ നിറയുന്നത് എന്ന കാര്യം ആലോചിക്കണം. അല്ലാതെ ഒരിക്കലും ഷെല്ലിന്റെ ഓർഡറിൽ ഇലക്ട്രോൺ നിറയുന്നു എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യരുത്, മനസ്സിലാക്കി വെക്കരുത്. അതായത് ഷെല്ലിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ 1s ഒന്നാമത്തെ ഷെല്ലിൽ നിറഞ്ഞിട്ട് രണ്ടാമത്തേൽ പോകും, രണ്ടാമത്തെ നിറഞ്ഞ് മൂന്നാമത്തെ നിറഞ്ഞ് നാലാമത്തെ, അങ്ങനെ വിചാരിക്കരുത്. ഷെല്ലുകളിൽ സബ്ഷെല്ലുകളുടെ ഊർജത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും, അല്ലെങ്കിൽ ഊർജം കൂടി വരുന്ന ക്രമത്തിലായിരിക്കും ഇലക്ട്രോണുകൾ നിറയുന്നത്. അതുകൊണ്ടാണ് 3s ഉം 3p ഉം 3dയും ഉണ്ട് മൂന്നാമത്തെ ഷെൽ. പക്ഷേ മൂന്നാമത്തെ ഷെല്ലിന്റെ പ്രത്യേകത എന്താ? 3p പൂർണ്ണമായും നിറഞ്ഞാൽ ഇലക്ട്രോൺ പോകുന്നത് 3dയിലേക്കല്ല, പിന്നെ എങ്ങോട്ടാ? അത് 4sലേക്കാണ്. 4s ഇലക്ട്രോൺ പോയതിനു ശേഷം മാത്രമേ ഇങ്ങോട്ട് പോകൂ, 3dയിലേക്ക് ഇലക്ട്രോണുകൾ പോകും. അതിനുശേഷം 4pയിലേക്ക് പോകും. നിങ്ങളുടെ പുസ്തകത്തില് അതിന്റെ ഈ ഗ്രാഫിന്റെ തൊട്ട് താഴെയായിട്ട് ഇലക്ട്രോണുകൾ നിറയുന്നതിന്റെ ഒരു ചാർട്ട് തന്നിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കിയാൽ അറിയാം. ഏറ്റവും ആദ്യം ഇലക്ട്രോൺ നിറയുന്നത് 1sലാണ്. 1s ഇലക്ട്രോൺ നിറഞ്ഞതിന് ശേഷം നേരെ 2s വരുന്നു. 2s കഴിഞ്ഞതിന് ശേഷം 2pയിലേക്ക് പോകുന്നു. 2p കഴിഞ്ഞതിന് ശേഷം 3sലേക്ക് വരുന്നു. 3s കഴിഞ്ഞ് 3pയിലേക്ക് പോകുന്നു. 3p കഴിഞ്ഞിട്ടാണ് 4s. 3p കഴിഞ്ഞിട്ട് നേരെ 3dയിലേക്കല്ല പോകുന്നത്, 4sലേക്ക് പോകുന്നു. 4s കഴിഞ്ഞതിന് ശേഷം മാത്രം 3dയിലേക്ക് പോകുന്നു. 3d കഴിഞ്ഞിട്ട് 4pയിലേക്ക് വരുന്നു. ഈ ഒരു ഓർഡറിലാണ് പുസ്തകത്തില് ആ ഒരു ചാർട്ട് നോക്കിയാണ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോ ഇലക്ട്രോണുകൾ നിറയുന്ന രീതി എപ്പോഴും ഊർജം കുറഞ്ഞ സബ്ഷെല്ലിലായിരിക്കും ആദ്യം ഇലക്ട്രോൺ നിറയുന്നത്. അതിനുശേഷം മാത്രമേ ഊർജം കൂടിയതിലേക്ക് ഇലക്ട്രോണുകൾ നിറയാറുള്ളൂ. ആ ഒരു കാര്യം കൂടി നിങ്ങൾ ഇവിടെ ആലോചിച്ചു വെക്കണം. അപ്പൊ ഇനി ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ എങ്ങനെയായിരിക്കും ഇലക്ട്രോണുകൾ നിറയുന്നത്? നമുക്ക് ആദ്യം ഒന്നാമത്തെ മൂലകമായ ഹൈഡ്രജനെ തന്നെ എടുക്കാം. ഹൈഡ്രജന്റെ അറ്റോമിക നമ്പർ 1 ആണ്. അപ്പോ ഹൈഡ്രജന്റെ ഇലക്ട്രോൺ വിന്യാസം, അതിന്റെ ഷെല്ലിലെ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ നോക്കിയാൽ ഒന്നാമത്തെ ഷെല്ലായ കെയിൽ ഒരൊറ്റ ഇലക്ട്രോൺ, അതോടുകൂടി അതിന്റെ ഇലക്ട്രോൺ വിന്യാസം കയറും. ഇനി വേറെ ഇലക്ട്രോൺ ഉണ്ടാ കയ്യിൽ. അപ്പൊ ഈ ഹൈഡ്രജന്റെ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ എങ്ങനെ എഴുതും? ഹൈഡ്രജന്റെ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ എങ്ങനെ എഴുതും? ഈ രീതിയിൽ എഴുതാം. ഇതിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ എഴുതും? അതാണ് ഉദ്ദേശിച്ചത്. സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം നമുക്ക് എങ്ങനെ എഴുതാം? ഒന്നാമത്തെ ഷെല്ലിലെ എസ് സബ്ഷെല്ലിലായിരിക്കും ഈ ഒരു ഇലക്ട്രോൺ നടക്കുന്നത് അല്ലേ? നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. ഒരു ഷെല്ലുണ്ട്, ആ ഷെല്ലിന്റെ ഉള്ളിൽ ഒരു സബ്ഷെല്ലുണ്ട്, ആ സബ്ഷെല്ലിന്റെ ഉള്ളിൽ ഒരു ഓർബിറ്റിൽ അവിടെ ആയിരിക്കും ഇലക്ട്രോൺ കാണപ്പെടുന്നത് അല്ലേ? അപ്പൊ എസ് കെ എന്ന് പറയുന്ന ഷെല്ലെടുത്താൽ അതിൽ എസ് എന്ന് പറയുന്ന ഒരു സബ്ഷെല്ലുണ്ട്, ആ എസ് എന്ന് പറയുന്ന സബ്ഷെല്ലിനകത്ത് ഒരു ഓർബിറ്റിലുണ്ട്, ആ ഓർബിറ്റിനകത്തായിരിക്കും ഇലക്ട്രോൺ കാണപ്പെടുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? കെ എന്ന് പറയുന്ന ഷെല്ലിന്റെ ഉള്ളിലുള്ള സബ്ഷെല്ല് ഏതാണ്? അത് എസ് ആണ്. അപ്പോ കെ എന്ന് പറയുന്ന ഷെല്ല് ഒന്നാമത്തെ ഷെല്ലാണ്. അതിലെ എസിനെ നമ്മൾ എങ്ങനെ സൂചിപ്പിക്കും? 1s എന്ന് സൂചിപ്പിക്കും. എങ്ങനെ സൂചിപ്പിക്കും? 1s എന്ന് സൂചിപ്പിക്കും. 1s എന്ന് സൂചിപ്പിച്ചതിന് ശേഷം
നമ്മൾ എന്ത് ചെയ്യും? അതിലുള്ള ഇലക്ട്രോൺ, ആ എസ്സിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ ആ ഇലക്ട്രോണിന്റെ എണ്ണം വലതുഭാഗത്തും മുകളിലായിട്ട് രേഖപ്പെടുത്തും. ഇവിടെ എത്ര ഇലക്ട്രോണേ ഉള്ളൂ? ഒരു ഇലക്ട്രോണേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ വലതുഭാഗത്തും മുകളിലായിട്ട് 1 എന്ന് കൊടുക്കും. എസിന്റെ വലതുഭാഗത്ത് മുകളിലായിട്ട് എന്ന് കൊടുക്കും, 1 എന്ന് കൊടുക്കും. അപ്പോ ഒരു സബ്ഷെൽ തന്നിട്ട് അതിന്റെ ഇടതുഭാഗത്ത് കിടക്കുന്ന സംഖ്യ എപ്പോഴും എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം, നമ്മൾ നേരത്തെ പഠിച്ചു എന്താ, അത് ഷെൽ നമ്പറിനെ ആയിരിക്കും സൂചിപ്പിക്കുന്നത്. ഇനി സബ്ഷെല്ലിന്റെ വലതുഭാഗത്ത് മുകളിൽ കിടക്കുന്ന നമ്പർ എപ്പോഴും ഇലക്ട്രോണിന്റെ എണ്ണത്തെ, ആ സബ്ഷെല്ലായ എസ്സിലുള്ള എസ് ആണെങ്കിൽ എസ്സിലുള്ള ഇലക്ട്രോണിന്റെ എണ്ണത്തെ ആയിരിക്കും സൂചിപ്പിക്കുന്നത് എന്നുള്ള കാര്യം അറിയാം. അപ്പോ ഹൈഡ്രജന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത രണ്ടാമത്തെ മൂലകമായ ഹീലിയത്തിലേക്ക് പോകാം. അപ്പൊ ഹീലിയത്തിന്റെ നമ്മൾ എഴുതിയാൽ എങ്ങനെ വരും? ഹീലിയത്തിന്റെ അറ്റോമിക നമ്പർ എത്രയാണ്? 2 ആണ്. അതിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതിയാൽ 2 എന്ന് വരും. ഒന്നാമത്തെ ഷെല്ലായ കെയിൽ 2 ഇലക്ട്രോൺ എന്ത് ചെയ്തു? ഉൾപ്പെടുത്തി. സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം നോക്കിയാൽ ഒന്നാമത്തെ ഷെല്ലിലെ കെയിൽ സബ്ഷെല്ലാണ് 2 ഇലക്ട്രോൺ അല്ലേ? അപ്പൊ ഒന്നാമത്തെ ഷെല്ലാണെന്ന് കാണിക്കാൻ 1 എഴുതുന്നു, അത് എസ്സിലാണെന്ന് കാണിക്കാൻ എസ് എന്ന് കൊടുക്കുന്നു. അതിനുശേഷം ആ എസ്സിൽ എത്ര ഇലക്ട്രോൺ? 2 ഇലക്ട്രോൺ. ഇതിനെ വായിക്കുന്നത് എങ്ങനെയാണ്? 1s2 എന്നാണ്. 1s2. അപ്പൊ ഒന്നാമത്തെ ഷെല്ലിലെ എസ് സബ്ഷെല്ലിൽ 2 ഇലക്ട്രോൺ, അതാണ് 1s2. ഈ എസിന്റെ ഇടതുവശത്ത് കിടക്കുന്ന ഈ നമ്പർ എന്തിനെ സൂചിപ്പിക്കും? ഷെൽ നമ്പർ. ഇത് ഒന്നാമത്തെ ഷെല്ലായതുകൊണ്ട് 1 സൂചിപ്പിച്ചു. എസിന്റെ വലതുഭാഗത്ത് മുകളിൽ കിടക്കുന്ന നമ്പർ എന്തിനെ സൂചിപ്പിക്കും? 2 സൂചിപ്പിക്കും. അതാണ് എന്തെന്ന് പറയുന്നത്? ഇതിന്റെ വലതുഭാഗത്ത് കിടക്കുന്ന നമ്പർ. അത് ഇലക്ട്രോണിന്റെ എണ്ണത്തെ എന്ത് ചെയ്യും? സൂചിപ്പിക്കും. അപ്പൊ നമുക്ക് ഇനി അടുത്ത ഓക്സിജനിലേക്ക് ഒന്ന് പോയാലോ. അടുത്ത ഞാൻ ഒന്ന് ഓക്സിജനിലെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതി. ഓക്സിജന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 8 ആണ്. ഈ ഓക്സിജന്റെ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ എഴുതി കഴിഞ്ഞാൽ എങ്ങനെ വരും? എങ്ങനെ എഴുതാം? ഒന്നാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ. ഒന്നാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ? 2 ഇലക്ട്രോൺ. ഇനി 8ൽ നിന്നും 2 പോയി കഴിഞ്ഞാൽ ഇനി ബാലൻസ് അവശേഷിക്കുന്നത് 6 ഇലക്ട്രോൺ ആണ് അല്ലേ? അത് രണ്ടാമത്തെ ഷെല്ലായ എല്ലിലേക്ക് പോകും. അപ്പൊ 2, 6 എന്നതാണ് ഈ പറയുന്ന ഓക്സിജന്റെ ഇലക്ട്രോൺ വിന്യാസം. ഈ ഇലക്ട്രോൺ വിന്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് എഴുതാനായിട്ട് പറ്റണം? ഈ ഓക്സിജന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുവാനായിട്ട് സാധിക്കണം. അപ്പൊ ഓക്സിജന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുവാനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഒന്നാമത്തെ ഷെല്ലായ കെ എടുക്കണം. ആ കെയിൽ എസ് സബ്ഷെല്ലിലായിരിക്കുമല്ലോ ഈ 2 ഇലക്ട്രോൺ വരുന്നത്. അപ്പോ ഒന്നാമത്തെ എസ് സബ്ഷെല്ലിൽ 2 ഇലക്ട്രോൺ, 1s2 എന്ന് എഴുതി. ഇനി അവശേഷിക്കുന്ന ഇലക്ട്രോൺ പോയത് രണ്ടാമത്തെ ഷെല്ലിലാണ് അല്ലെ? ഇപ്പൊ രണ്ടാമത്തെ ഷെല്ലായ എല്ലിൽ 2 സബ്ഷെല്ലുണ്ട്, എസും പിയും ഉണ്ട്. നമ്മൾ നേരത്തെ ഗ്രാഫിന്റെ അടിസ്ഥാനത്തിൽ പഠിച്ചു. PA 2Pയേക്കാൾ, അതായത് 2s ഉം 2Pയുമാണ്. അതിൽ 2Pയേക്കാൾ ഊർജം കുറവ് 2sനാണ്. അതുകൊണ്ട് ഇലക്ട്രോൺ ആദ്യം നിറയുന്നത് 2sലായിരിക്കും. 2s കഴിഞ്ഞിട്ട് എങ്ങോട്ട് പോകൂ? 2Pയിലേക്ക് പോകും. അത് ആ ഗ്രാഫിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? മനസ്സിലാക്കാം. അപ്പോ 1s2 കഴിഞ്ഞാൽ അടുത്ത ഇലക്ട്രോൺ നിറയുന്ന സബ്ഷെൽ ഏതാണ്? ഇതിനേക്കാൾ ഊർജ്ജം കുറച്ചും കൂടി കൂടിയ 2sലായിരിക്കും. അപ്പൊ 2s. ആ എസ്സില് നമുക്ക് പരമാവധി എത്ര ഇലക്ട്രോണെ പറ്റൂ? 2 ഇലക്ട്രോണെ പറ്റൂ. കാരണം എസ്സില് ഒരു ഓർബിറ്റലേ ഉള്ളൂ. ആ ഒരു ഓർബിറ്റലിൽ 2 ഇലക്ട്രോണെ പറ്റൂ. അപ്പോ എസ്സില് 2 ഇലക്ട്രോൺ നമ്മൾ എന്ത് ചെയ്തു? ഉൾപ്പെടുത്തി. ഇനി അതിനുശേഷം അടുത്ത, അപ്പൊ 4 കഴിഞ്ഞു. ഇനി 4 ഇലക്ട്രോണിന്റെ കുറവ് കൂടെ ഉണ്ടല്ലേ? അത് പോകുന്നത് അടുത്ത സബ്ഷെല്ലിലോട്ടായിരിക്കും. അടുത്ത സബ്ഷെല്ലാണ് ഏതെന്ന് പറയുന്നത്? അത് 2p ആണ്. അവശേഷിക്കുന്ന 2pയിൽ പരമാവധി നമുക്ക് 6 ഇലക്ട്രോണെ വെക്കാൻ പറ്റും. പക്ഷേ ഓക്സിജനിൽ ഇനി അവശേഷിക്കുന്നത് എത്ര ഇലക്ട്രോണേ ഉള്ളൂ? അത് 4 ഇലക്ട്രോണേ ഉള്ളൂ. ആ 4 ഇലക്ട്രോണിനെ ഓക്സിജൻ എന്ത് ചെയ്യും? പിയില് ഉൾപ്പെടുത്തും. ഇതാണ് ഏതിന്റെ? ഓക്സിജന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത്. ഇത് നമുക്ക് എങ്ങനെ വായിക്കാം? 1s2 2s2 2p4 എന്ന് വായിക്കാം. 1s2 2s2 2p4. ഇതായിരിക്കും ഓക്സിജന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത്. അപ്പൊ ഓക്സിജന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇലക്ട്രോൺ വിന്യാസം നമുക്ക് നോക്കി സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാനായിട്ട് പറ്റും. പക്ഷെ അങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ? ഊർജം കുറഞ്ഞ സബ്ഷെല്ലുകളിൽ വേണം ആദ്യം ഇലക്ട്രോൺ നിറയ്ക്കുവാനായിട്ട് ഉള്ളത്. അത് നമ്മുടെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ആ ഒരു ചാർട്ട് വളരെ വ്യക്തമായിട്ട് പഠിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഓരോന്നിന്റെയും ഊർജം അടിസ്ഥാനത്തിൽ നമുക്ക് ഇലക്ട്രോണുകൾ നിറയ്ക്കുവാനായിട്ട് സാധിക്കും. അപ്പോ നിങ്ങൾ ഇപ്പോ ഓക്സിജന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇതുപോലെ നമുക്ക് 18 വരെയുള്ള മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം യാതൊരു ഡൗട്ടും ഇല്ലാതെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ പറ്റും. നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ ബുക്കിൽ അതൊന്ന് എഴുതി നോക്കണം. ഞാൻ 18ാമത് വരുന്ന ആർഗണിന്റെ കാര്യം കൂടി ഞാൻ ഒന്ന് കാണിക്കാം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം. അതിന് സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം കൂടി ജസ്റ്റ് ഒന്ന് നോക്കാം.
ആർഗണിന്റേത് 18 ആണ്. അപ്പോ ആർഗണിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ അല്ലെങ്കിൽ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ നോക്കിയാൽ ഒന്നാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആണ്. അപ്പൊ 18 നിന്ന് 2 പോയ പിന്നെ 16. അതിൽ 8 ഇലക്ട്രോൺ അടുത്ത ഷെല്ലിൽ വരുന്നു. ബാലൻസ് ഇനി എത്ര ഉണ്ട്? 10 കഴിഞ്ഞു. ഇനി 18 8 എണ്ണം കൂടി ഉണ്ടല്ലേ. ആ 8 എണ്ണം മൂന്നാമത്തെ ഷെല്ലിലേക്കായിരിക്കും പോകുന്നത്. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇതിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം നമുക്ക് എഴുതാം. ഇത് കെ ആണ്, രണ്ടാമത്തെ എല്ല് എം, ഇങ്ങനെ ആയിരിക്കും വരുന്നത് അല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? കെ എന്ന് പറയുന്ന ഒന്നാമത്തെ ഷെല്ലാണ്, അതിലൊരു സബ്ഷെല്ലേ ഉള്ളൂ, അത് എസ് ആണ്. ആ എസ്സില് 2 ഇലക്ട്രോൺ. അപ്പം ഒന്നാമത്തെ ഷെല്ലാണെന്ന് സൂചിപ്പിക്കാൻ 1 ഉപയോഗിച്ചു. എസ് അതിൽ 2 ഇലക്ട്രോൺ 1s2 എന്ന് എഴുതി. ഇനി നേരെ പോകുന്നു രണ്ടാമത്തെ ഷെല്ലിൽ. രണ്ടാമത്തെ ഷെല്ലിൽ 2 സബ്ഷെൽ S2s ഉം 2pയും. അതിൽ ആദ്യം ഇലക്ട്രോൺ എന്ന് പറയുന്നത് 2sലാണ്. 2s എസ്സിൽ 2 ഇലക്ട്രോണെ പറ്റൂ. അപ്പൊ 2sൽ 2 ഇലക്ട്രോൺ കൊടുത്തു. 1s2 2s2 എന്ന് കിട്ടി. ഇനി അടുത്ത പോകുന്നത് 2pയിലോട്ടാണ്. 2pയിലേക്ക് പോകുന്നു. നമുക്കറിയാം ഈ രണ്ടാമത്തെ ഷെല്ലിൽ 8 എണ്ണത്തില് 2 എണ്ണം ഇവിടെ കിട്ടി. ഇനി എത്ര എണ്ണത്തിന്റെ കുറവുണ്ട്? 6 എണ്ണത്തിന്റെ കുറവുണ്ട് അല്ലേ. 6 ഇലക്ട്രോണായിട്ടേക്ക് എങ്ങോട്ട് പോകുന്നത്? അത് പിയിലേക്ക് പോകുന്നത്. അപ്പൊ പിയില് 6 ഇലക്ട്രോണിനെ പരമാവധി ഉൾപ്പെടുത്താൻ പറ്റും. ആ 6 ഇലക്ട്രോണിനെ പിയിൽ എന്ത് ചെയ്തു? ഉൾപ്പെടുത്തി. അപ്പൊ നമുക്ക് എന്തെന്ന് കിട്ടി? 1s2 2s2 2p6. അപ്പൊ 10 വരെയുള്ള ഇലക്ട്രോൺ ആയി. ഇനി അടുത്ത് വരുന്നത് മൂന്നാമത്തെ ഷെല്ലിലാണ്. ആ മൂന്നാമത്തെ ഷെല്ലിൽ നമ്മൾ നോക്കിയാൽ അവിടെ മൂന്നാമത്തെ ഷെല്ലില് എം എന്ന് പറയുന്ന ഷെല്ലില് സബ് ഷെല്ലുകളാണ് ഏതൊക്കെ? 3s 3p 3d. 3ഡിയുടെ കാര്യം നമുക്കറിയാം. 4s നടന്നതിന് ശേഷമേ 3ഡിയിലേക്ക് വരും. അപ്പൊ നമ്മൾ ഇത് രണ്ടും മാത്രം നോക്കിയാൽ മതി. ഇത് രണ്ടിലും ഊർജ്ജം കുറഞ്ഞ 3sലാണ് അല്ലേ. അപ്പൊ 2p ഫുൾ ആയി കഴിഞ്ഞാൽ പിന്നെ ഇലക്ട്രോൺ നിറയുന്നത് അടുത്തത് 3sലേക്കായിരിക്കും. ഇലക്ട്രോൺ നിറയുന്നത് എവിടെയായിരിക്കും? 3sലേക്കായിരിക്കും. ആ 3sൽ 2 ഇലക്ട്രോൺ. 3sലെ 2 ഇലക്ട്രോൺ. അതിനുശേഷം 3pയിൽ എത്ര? ഈ 8ൽ നിന്ന് 2 പോയി. ഇനി ബാലൻസ് 6 ഉണ്ട്. ആ 6 ഇലക്ട്രോൺ പിയില് നിറയും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ആർഗണിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം കിട്ടി. എങ്ങനെ വായിക്കാം ഇത്? 1s2 2s2 2p6 3s2 3p6. ഇവിടെ നിങ്ങൾ നോക്കിയാണ്, ഇത് ഒന്നാമത്തെ ഷെല്ലാണ്, ഇത് രണ്ടാമത്തെ ഷെല്ലാണ്. 2l 2 സെല്ല് കിടക്കുന്നത് രണ്ടാമത്തെ. ഇത് മൂന്നാമത്തെ ഷെല്ലാണ്, 2 സെല്ല് 3 ആണ് അല്ലേ. അപ്പോ ഓരോ ഷെല്ലിലെയും ഇലക്ട്രോണിന്റെ എണ്ണം നിങ്ങൾ നോക്കിയാണ്. ഒന്നാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, രണ്ടാമത്തെ ഷെല്ലിൽ ഇതിൽ 2 ഉണ്ട്, ഇതിൽ 6 ഉണ്ട്, 6 2 8. മൂന്നാമത്തെ ഷെല്ലിൽ ഇവിടെ 2 ഉണ്ട്, ഇതിൽ 6 ഉണ്ട്, 6 2 8. അങ്ങനെ 2 8 8 എന്നല്ലേ ആർഗണിന്റെ കിട്ടിയത്. ഈ രീതിയിൽ നമുക്ക് സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ ചെയ്യാനുള്ളത് ഈ 18 വരെയുള്ള മൂലകങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം നിങ്ങളുടെ ബുക്കിലേക്ക് ഒന്ന് എഴുതി വെക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പൊട്ടാസ്യം മുതലുള്ള മൂലകങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാം. ആ പഠിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ വരുന്ന ചില പ്രത്യേകതകൾ കൂടിയൊക്കെ മനസ്സിലാക്കാം. അപ്പൊ 18 വരെയുള്ള മൂലകങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതി പഠിക്കുക.